ദിവസം. പക്ഷെ അള്ള എന്നത് മറപ്പിച്ച് കളഞ്ഞെന്ന് പറയുമ്പോൾ ആ ദിവസം ഇന്ന ദിവസമാണ് എന്ന രീതിയിലുള്ള കൃത്യതയും വ്യക്തതയും അതിന് വരാൻ പാടില്ലെന്ന് നാഥൻ തീരുമാനിച്ചു. അങ്ങനെ നാഥൻ തീരുമാനിച്ചതുകൊണ്ട് റസൂലിനെ മറപ്പിച്ചത്, അല്ലാതെ ഈ അനുഭവം ഒരാൾ നടക്കില്ല. അപ്പൊ പിന്നെ അത് ഒരു ദിവസം മാത്രമായി കാണുന്ന രീതി ശാസ്ത്രം ഇസ്ലാമിന് തെളിവില്ല. അത് പ്രതീക്ഷിക്കേണ്ട ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് ഇസ്ലാമിൽ തെളിവുണ്ട്. ഒറ്റയിട്ട രാവുകളിൽ മൊത്തം പ്രതീക്ഷിക്കലാണ് ഇസ്ലാമിന്റെ രീതി. ഇനി ഒറ്റയിട്ട രാവിന്റെ കാര്യത്തിന് പ്രശ്നമല്ലേ ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ കൂടുമ്പോൾ അമേരിക്കയിൽ പകൽ ആണ്, നട്ടപ്പാതിരയാകുമ്പോൾ നട്ടുച്ചയാണ്. അങ്ങനെ സംഭവിക്കും. നമുക്ക് ഒറ്റയിട്ട രാവ് അവിടുത്തെ ഒരാൾക്ക് ഇരട്ട രാവാകും. അങ്ങനെ സംഭവിക്കാം. പെരുന്നാളിന്റെ കാര്യത്തിൽ സൗദി അറേബ്യയിലെ പെരുന്നാൾ നമ്മുടെ പെരുന്നാൾ രണ്ടാവാറുണ്ട്. അവർക്കും 30 നമുക്ക് 30 കിട്ടുന്ന അവസരം ഉണ്ടാവാറുണ്ട്. അവർക്കും 29 നമുക്ക് 29 കിട്ടുന്ന അവസരം ഉണ്ടാവാറുണ്ട്. രണ്ടിനും വേറെ വേറെ ആവാറുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ അവർക്ക് ഒറ്റയിട്ടരാവാം, നമുക്ക് ഇരട്ടരാവാം. നമ്മുടെ ഒറ്റയിട്ടരാവാം, നമുക്ക് ഇരട്ടരാവാം. അപ്പൊ ഇതിന് പ്രശ്നമില്ലേ? പ്രശ്നമുണ്ട്. ഇല്ലെന്നാരാവുന്നത് ഇത് എവിടെ ഇറങ്ങാൻ? കേരളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഇവിടുത്തെ പെരുന്നാളിന്റെ മുന്നിലെ ക്രമത്തിൽ ഒറ്റയിടാവുന്നില്ലേ? മറ്റൊക്കെ സംഭവിക്കാം. ഇനി അള്ളാഹുവിന്റെ ഒരു ചെറിയ പ്രശ്നം, ഓവൽ ഷേപ്പിലുള്ള ഒരു ഭൂമി. അള്ള ഈ ഭൂമിക്ക് അകത്തല്ല, അത് പുറത്തെവിടെയാണ് ഉറപ്പാണ്. അവന്റെ തീരുമാനവുമായി മാലാഖമാരുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, റൂഹുൽ അമീൻ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള മലക്കുകളുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. ഒരു വർഷം ഈ ഭൂമിയിൽ എന്തൊക്കെ ഏതൊക്കെ എങ്ങനെയൊക്കെ നമ്മുടെയൊക്കെ കാര്യത്തിൽ എന്തൊക്കെ എന്ന തീരുമാനമായി വരുന്നത്. അപ്പൊ അത് എവിടെ ഇറങ്ങിയാലും ഭൂമിയില്ല, എവിടെ ഇറങ്ങിയാലും ഭൂമിയില്ല. ഭൂമിയിൽ എവിടെയെങ്കിലും ഇറങ്ങിയാൽ മതി. എന്നാൽ ഒരു ഭാഗത്ത് മാത്രമേ ഇറങ്ങുന്നു നോക്കാം. ഭൂമിയിൽ മൊത്തം ഇറങ്ങാൻ ഇവർക്കുണ്ടോ വരെ തടസ്സമില്ല. ഈ കേരളത്തിലെ ഒരു വലിയ ടവറിൽ നിന്ന് പുറത്തേക്ക് പ്രസരിപ്പിക്കുന്ന ഒരു മെസ്സേജും ഒരു വാർത്തയും ഒരു സന്ദേശവും സാറ്റലൈറ്റ് സംവിധാനം മുഖേന ഭൂമിയുടെ ഏത് ഭാഗത്തേക്ക് നമുക്ക് കടത്തിവിടാമെങ്കിൽ ഈ ഭൂമിയുടെ ഏത് ഭാഗത്തേക്കും കാര്യങ്ങൾ എത്തിക്കാൻ ഉണ്ടാകുന്നതോ വല്ല പ്രയാസവും. ഒരു ഷേപ്പിനെ പറ്റി ചിന്തിച്ചാൽ പ്രശ്നമാണ്. ഇങ്ങനെ ചിന്തിച്ചു നോക്കണം. അപ്പൊ ഇതിൽ സംഗതികളൊക്കെ നടക്കും. അപ്പൊ തീരുമാനിച്ചതുപോലെ നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണെന്നതാണ്. അത് നോക്കുന്നതാ. നിങ്ങൾ ഇത്രയും മഹത്തായ ഒരു സംഭവം, മണ്ണും പെണ്ണും സംഗമിക്കുന്ന ഒരു പോയിന്റ്, ഒരു മുഹൂർത്തം, ഒരു സന്ദർഭമുണ്ട്. അതാണ് ഏതുള്ളത്. ആകാശലോകത്തുനിന്ന് മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കർമ്മപ്പടി സേവിച്ചുകൊണ്ട് തീരുമാനങ്ങളുമായി ഭൂമിയിലേക്ക് വന്ന് ഭൂമിയെ ഏൽപ്പിക്കുന്ന മലക്കുകളെ ഏൽപ്പിക്കുന്ന മണ്ണും പെണ്ണും സംഗമിക്കുന്ന ഒരു സന്തോഷകരമായ മുഹൂർത്തമുണ്ട്. എപ്പോൾ, എവിടെ, ഏത് സ്ഥലത്ത് നമുക്കറിയില്ല. അറിയില്ല. ആരെത്ര വാദിച്ചാലും പ്രശ്നം, അന്വേഷിച്ചു പോയാലും പ്രശ്നം. അപ്പോ പ്രശ്നം എന്താ? അത് ആവാൻ സാധ്യതയുള്ള മുഴുവൻ സമയങ്ങളെയും നമ്മുടെ കയ്യിലാക്കുവാനാണ് വിശ്വാസം ചെയ്യുന്നത്. അതാണ് ബുദ്ധിപരമായ പരിപാടി. അതാണ് ബുദ്ധിപരമായ. മറ്റേത് എളുപ്പത്തിൽ കാര്യം നമ്മുടെ പരിപാടിയാണ്. എനിക്ക് സൗണ്ട് കുറവാണ് പറഞ്ഞു തരുന്നത്. ആവേശത്തിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. ഉപയോഗിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോ ബുദ്ധിപരമായ സംഗതി എപ്പോഴോ സംഭവിക്കാവുന്നു. ഒറ്റയിട്ട് രാവിലെയോ ഇരട്ടരാവിലെയോ നമുക്കറിയില്ല. കാരണം ഇവിടെ ഒറ്റയെടുത്ത് അവിടെ ഇരട്ടെ, അവരൊറ്റയെടുത്ത് ഇവിടെ ഇരട്ടെ, അതുകൊണ്ടായിരിക്കും അറിയില്ല എന്നുള്ളത്. നന്ന് ഒറ്റയിട്ട് രാവിലെ നമുക്കറിയില്ല ഏതായിരിക്കും. ആരുടെ ഒറ്റയിട്ട് രാവും? ഇന്ത്യക്കാരനെയോ സൗദിയിലോ ആഫ്രിക്കയിലോ അമേരിക്കയിലോ പ്രശ്നമല്ലേ? ആരുടെ ഒറ്റയിട്ട് രാവിലെ ഇറങ്ങാൻ? അപ്പോ ഏതോ ഒരു രാവിലെ സംഭവിക്കും. ഉറപ്പാണ്. സംഭവിക്കാതിരിക്കില്ല, സംഭവിക്കും. അപ്പോൾ ബുദ്ധിപരമായ സംഗതി സംഭവിക്കാൻ സാധ്യതയുള്ള മുഴുവൻ നിമിഷങ്ങളെ നമ്മുടെ കയ്യിലാക്കുക. അതാണ് ബുദ്ധിമാന്മാർ ചെയ്യുക. അവരാണ് ബുദ്ധിമാന്മാർ. നിങ്ങൾ ബുദ്ധിമാന്മാരാ. നിങ്ങൾ ഇന്നലത്തെ പുതുക്കങ്ങൾ വീട്ടിൽ പോയി കിടന്നില്ല. നിങ്ങൾ ഇന്നും വന്നല്ലോ. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതിനാണ് ഞാൻ ഈ വർത്താനം പറഞ്ഞത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ അടുത്ത കൊല്ലം നിങ്ങൾക്ക് ഇത്തിരി ആവേശം കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകും. നിങ്ങളെപ്പോലെ കുറച്ചു പേരും തടരാതിരിക്കട്ടെ
27 മാത്രമാണ്. ഒരു തെളിവില്ല. നിങ്ങൾ ഏതെങ്കിലും ഹദീസ് വെച്ചിട്ട് അത് 27 സംഭവിക്കാൻ തെളിയിച്ചാൽ ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ്. അങ്ങനെ തെളിയിക്കാൻ കഴിയില്ല. 27 പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞതുപോലെ ബാക്കി രാവിന്റെ ഒക്കെ പേര് പറഞ്ഞിരിക്കുന്നു. 21 പേരെടുത്ത 21, 23, 25, 27, 29 എല്ലാം ഹദീസിൽ വന്നിരിക്കുകയാണ്. ഒരു നമ്പർ മാത്രം 27 നമ്പർ മാത്രമാണെന്ന് നമുക്ക് അത് പിടിക്കാമായിരുന്നു. പക്ഷെ എല്ലാം വന്നിരിക്കുന്നു. എന്നാൽ ശരി, 27 മാത്രമല്ല ബാക്കിയുള്ള രാവുകൾ ഉണ്ടെന്ന് സമ്മതിച്ചു. അങ്ങനെ സംബന്ധിച്ചാൽ ഒറ്റയുടെ രാവ് മാത്രമാണെന്ന് ആരാ പറഞ്ഞത്? അതിന് പ്രയാസമില്ല. കാരണം നമുക്ക് ഒറ്റയുടെ രാവായിക്കൊണ്ടത് അപ്പുറം. അപ്പൊ റസൂലുള്ളാഹി എന്താ കാണിച്ചത്? അതൊരു വിഷയമാണല്ലോ. അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പരിഗണിച്ചു. അതാണ് ശരിയായത്. അദ്ദേഹം അവസാനത്തെ 10 മൊത്തം പരിഗണിച്ചു. നിങ്ങൾ ഹദീസ് പരിശോധിച്ച് നോക്ക്. അവസാനത്തെ 10 മുഴുവൻ രാവും ഒരുപോലെ പരിഗണിച്ച ആളാണ് ആര്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റയുടെ രാവിൽ മാത്രം അദ്ദേഹം പള്ളിയിരുന്നില്ല. ഒറ്റയുടെ രാവിൽ മാത്രം എഴുതിക്കാപ്പിരുന്നില്ല. അദ്ദേഹം അവസാനത്തെ 10 മുഴുക്കയിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അവസാനത്തെ 10 മുഴുക്ക എഴുന്നേൽപ്പിച്ചിരുത്തി. അവസാനത്തെ 10 എല്ലാ രാവും അദ്ദേഹം ഉറക്കം അടച്ച് കാത്തിരുന്നു. ഇതാണ് വിഷയം. ഹദീസ് ഇങ്ങനെയാണ്. അദ്ദേഹം രാത്രി മുഴുവൻ ഹയാത്താക്കി. ഒറ്റ മാത്രമല്ല, അവസാനത്തെ 10 പ്രവേശിച്ചാൽ അവസാനത്തെ 10 ഒറ്റയിടാവുന്നല്ല, അവസാനത്തെ 10 പ്രവേശിച്ചാൽ അഹിയല്ലയില അദ്ദേഹം രാത്രി മൊത്തം ഹയാത്താക്കി. എല്ലാ രാത്രി ഹയാത്താണ്. പിന്നെ വായിക്കലാവില്ല. കുടുംബത്തെ കുറിച്ച് കൂടെ കൊണ്ടു അവരെ വന്നാൽ അവരെ കൂടെ കൊണ്ടു. പക്ഷെ മുണ്ട് മുറുക്കി കൊടുത്ത് ആ അവസാനത്തെ 10 ദിനങ്ങളെയും ഉപയോഗപ്പെടുത്തും. ഒട്ടും മടിയില്ലാതെ, ചടുപ്പില്ലാതെ, മടുപ്പില്ലാതെ അദ്ദേഹം ആ 10 ദിവസങ്ങൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തും. 10 ദിവസവും പള്ളിയിൽ തന്നെ കെട്ടിയിടും. അതാണ് എഴുതിക്കാഫ്. പള്ളിയിൽ കെട്ടിയിടാൻ എഴുതിക്കാഫ്. അപ്പൊ ഇങ്ങനെയാണ് അവസാനത്തെ 10 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ച് സുന്നത്തായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോയതുകൊണ്ടാണ് നമ്മിൽ പലതരക്കാർ നല്ല ബുദ്ധിമാന്മാർ അവസാനത്തെ 10 മുഴുക്ക പള്ളിയിലുണ്ട്. അവരാണ് A ക്ലാസ്. അവർക്കാണ് അല്ലാഹുവിന്റെ ഈ ഭാഗ്യം എന്തായാലും നഷ്ടപ്പെടാതിരിക്കുക. ദൈവത്തിൽ കതിരിന്റെ പുണ്യം നഷ്ടപ്പെടാതിരിക്കുന്നവർ അവസാനത്തെ 10 മുഴുക്ക രാത്രി പ്രതീക്ഷിക്കുന്നവരാണ്. എന്റെ മനസ്സുറപ്പായി പറയുന്നത്, എന്റെ ഈ യക്കീനതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരാം. 2ാം നമ്പറുകാരിൽ അവസാനത്തെ 10 ഒറ്റയുടെ രാവുകളെ ഹയാത്താണ്. അറിയില്ല നമുക്ക് ഇവിടുത്തെ ഒറ്റയുടെ രാവിലാണ് അറിഞ്ഞതിന് പെട്ടുപോയി. അവിടുത്തെ രാവിലാണെങ്കിലോ നമുക്ക് ഏറ്റവും രാവിലെ അവ കിട്ടൂല. വേറെ ചിന്തിക്കാന്ന് പറയുന്നതാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. നമുക്ക് തെളിവുണ്ടാകും. ഒറ്റ രാത്രി കൊണ്ട് കാര്യം നേടിയിട്ട് മുന്നോട്ട് പോകുന്ന, വേഗത്തിൽ കാര്യം നേടുന്ന കൂട്ട 24 മാത്രം പ്രതീക്ഷിക്കും. അവരാണ് അന്ന് പുതുക്കം പോലെ വന്നിട്ട് പുതുക്കം പോലെ ഇറങ്ങിപ്പോകുന്നത്. പലപ്പോഴും ആ ഒരു രീതി ഉള്ളതുകൊണ്ട്, വേഗത്തിൽ കാര്യം സാധിക്കുക എന്ന രീതി ഉള്ളതുകൊണ്ട്, അതിൽ കുതന്ത്രത്തിൽ കാര്യം നേടുക എന്നുള്ളത് കൊണ്ട് പലപ്പോഴും അത് അല്ലാഹു അവരോട് കാണിക്കുന്ന ഒരു വിരോധം, അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയില്ല. കുതന്ത്രക്കാരാണ് ഇഷ്ടമല്ല. അതിന് തെളിവെന്താ? ബനൂ ഇസ്രായേൽ സമുദായത്തിൽ സാബത്തിന്റെ കാര്യം. സാബത്ത് ദിനത്തിൽ മീൻ പിടിക്കരുത് എന്ന് പറയുന്ന. അപ്പൊ അവരെന്ത് കാണിച്ച്, അവർ കൈകൊണ്ട് പിടിക്കാതെ കടലിൽ നിന്ന്, കടലിന്റെ കരയിൽ നിന്ന് ചാലി കീറി, ആണി കീറി, വെള്ളം കീറി കുഴിയിലേക്ക് തിരിച്ചു വിട്ടിട്ട് മത്സ്യങ്ങൾ സ്വതന്ത്രമായി ശനിയാഴ്ച ഉപ്പുവരെ പേടിക്കാനുള്ളതില്ലാത്തത് കൊണ്ട് തീരത്ത് വന്ന് അണയുമ്പോൾ ആ തീരത്തുള്ള മത്സ്യങ്ങൾ അങ്ങനെ തള്ളി വന്ന് ഈ കുഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കുഴിയുടെ ആ വെള്ളം വരുന്ന വഴി അടച്ചു വെച്ചിട്ട് ഒരു വിട്ടുപോയി വന്ന് പിടിക്കുക, പിറ്റേന്ന് പിടിക്കും. ഈ ബുദ്ധം കാണിച്ചവരാണ് സാമൂഹ്യ ദിനത്തിന്റെ പേരിൽ ശ്രമിക്കപ്പെട്ടവർ. അത് കാര്യം നടക്കണം. കൈ നനയാതെ മീൻ പിടിക്കുന്ന രീതിയിൽ കാര്യം നടക്കണം. അള്ളാഹെ ലംഘിച്ചോ ലംഘിച്ചില്ല. മീൻ പിടിക്കുന്ന പിടിച്ചില്ല.
എന്നാൽ ചെയ്ത പണി ഇതാണ്. അപ്പൊ ഈ കുതന്ത്രം അള്ളാന്റെ ദീനിന്റെ നിയമത്തിൽ അവർ കൊണ്ടുവന്നപ്പോൾ അവർ ശ്രമിച്ചു. ഒരു ദിവസം കൊണ്ട് കാര്യം നേടിക്കളയാം എന്ന മാനസികാവസ്ഥയിൽ വരുന്നവർ ഇങ്ങനെ ഒരു കുതന്ത്ര ബുദ്ധിയുള്ളവരാണെന്ന് എനിക്കറിയില്ല. ഞാൻ വെറുതെ പറഞ്ഞു പോരാ. പക്ഷെ എന്തായാലും അങ്ങനെയുള്ള ഒരു ദിവസം കൊണ്ട് കാര്യം നേടിക്കളയാം എന്ന് വെക്കുന്നതിന് അല്ല എന്തായാലും ഇഷ്ടപ്പെടില്ല. കാരണം ബാക്കിയുള്ളവർ പൊട്ടന്മാർ ഇവർ ബിരുദന്മാരായി പോലെ, ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാർ ഇവർ ബിരുദന്മാർ. അപ്പൊ അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ടെന്നാണ് എന്റെ പ്രശ്നം. ഇനി എഴുത്തിക്കാഫിലിരിക്കലാണ്, പള്ളി രാത്രി ഹയാത്താക്കലാണ്, അത് പള്ളിയിലാവലൊക്കെയാണ് അതിന്റെ പുണ്യകരമായ വശം. പക്ഷെ നമ്മുടെ ആൾക്കാർ ഇന്നലെ ലൈവായിട്ട് എഴുതിക്കാൻ നിന്നിട്ടുണ്ട്. എവിടെ? പള്ളിയിലല്ല, മലപ്പുറത്തെ മൈതാനത്ത് പോയിരുന്നവർ അവിടെ ഇരുന്ന് വീട്ടിൽ ലൈവായി തുറന്നു വെച്ചു ടി വി. കാരണം അവിടെ സലാത്ത് നഗറിലും 27 കലാപരിപാടി നടക്കുകയുണ്ട്. കുറെ എണ്ണം വണ്ടി പിടിച്ചാണ് പോയി. അവര് ആ മൈതാനത്ത് ഇരുന്ന്, ബാക്കിയുള്ളവർ വീട്ടിൽ ടി വി തുറന്ന് ഇവരെയിരുന്നു എഴുതിക്കാറ്. കഴിഞ്ഞ വർഷം രസകരമായ സംഭവം ഉണ്ടായി. ഒരാൾ ഉദ്ധരിച്ചതാണ്, ഹജ്ജിന് പോയവരാണ്, നമ്മുടെ സുഹൃത്താണ്. കഅബയെ തവാഫ് ചെയ്തുകൊണ്ട് അങ്ങനെ അവസരം വന്ന് കിട്ടിയപ്പോ ഹിജ്ർ ഇസ്മായിലേക്ക് കയറി. അത് തിരക്ക് നോക്കിയിട്ടേ കയറാൻ പറ്റും. അഥവാ രണ്ടാമത് മുതൽ മൂന്നാമത് മുതലുള്ള അരമതിൽ ഹിജ്ർ ഇസ്മായിൽ അത് നമസ്കരിച്ച കഅബയെ നമസ്കരിക്കുന്ന മുന്നെയാണ്. അപ്പൊ അതിനകത്ത് കയറി 2 പെട്ടെന്ന് നിസ്കരിച്ച് പുറത്തിറങ്ങണം. കാരണം പെട്ടെന്ന് ആൾ ഒഴിവാക്കി പലതാക്കി കയറാൻ അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടി. അപ്പൊ ഒരാൾ മൊബൈൽ ഓണാക്കിയിട്ട് കഅബയുടെ ചുമരിനോട് ചേർത്ത് വെച്ചിട്ട് പറയാണ്, മോനെ ഇപ്പൊ പ്രാർത്ഥിച്ചോ, ഞാൻ ഇവിടെ ചുമരിനോട് ചേർന്നാ നിൽക്കുന്നത്. കഅബയുടെ ചുമരിനോട് ചേർന്ന് മൊബൈൽ വെച്ചിട്ട് വിളിച്ചു പറയാണ്, മോനെ ഇപ്പൊ പ്രാർത്ഥിച്ചോ, ഞാൻ ചുമരിനോട് ചേർന്നാണ് നിൽക്കുന്നത്. നാട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറയാം, മൊബൈൽ വെച്ച് ചുമരിനോട് ചേർത്ത് വെച്ചിരിക്കാം. കഅബയുടെ മോനെ നാട്ടിൽ ബാപ്പ കഅബയുടെ ചുമരിനോട് ചേർത്ത് മൊബൈൽ വെച്ചിരിക്കുന്നത്, അവിടെ പ്രാർത്ഥിച്ചോളാൻ പറയാം. അപ്പോ ഇങ്ങനെയുള്ള കലാപരിപാടികളുടെ ഇനത്തിൽപ്പെടുന്ന ഒരു പരിപാടിയാണ് അവിടെ സന്നി നടക്കുന്നത്. ഇവിടെ ടി വി തുറന്നു വെച്ചിട്ട് ഇരുന്നിട്ട് ദുആ ചെയ്യുന്നു, ആമീൻ പറയുന്നു. ഇങ്ങനെയുള്ള കാലം വളരുമ്പോൾ ഈ IT സംവിധാനം ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ ആള് മക്കൾക്ക് ഒരാൾ പോയത് മൊബൈൽ കൊണ്ടിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഓരോരുത്തർ പ്രാർത്ഥിച്ച കാര്യം നടക്കുന്നത് വലിയ കാര്യമാണ്. കാരണം ബാപ്പ കഅബയുടെ കില്ല പിടിച്ചിരിക്കുക, മകൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഈ സംവിധാനം സ്വലാത്ത് നഗറിലാണ് കൂടിയിരിക്കുക. ഇവിടെ ടി വി തുറന്ന് ദുആ ചെയ്യാം. പള്ളിയിലോ എത്തിക്കാമോ ഒന്നും പ്രശ്നമല്ല. എഴുത്തിൽക്കാതെ പള്ളിയിലേക്കാണ് വലിച്ചു കൂട്ടാറുണ്ട്. ഇത് പള്ളിയിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോയിട്ട് ലക്ഷങ്ങൾ സമാഹരിക്കുക ചെയ്തവിടെ. പുണ്യം നേടാൻ വേണ്ടി ഏറെ അനുഗ്രഹീതമായ പാനീയം തബറുക്കിന് വേണ്ടി തേൻ കൊടുക്കുന്നതിന്റെ മഹത്വം ഇന്നലെ പ്രസംഗിക്കുന്നതിന് വേണ്ടി നാണുകൾ പോയി. അവിടെ വിൽക്കുന്ന വസ്തുക്കളുടെ പോലീസ് വളർന്നില്ല, കച്ചവടമാണ്. ഓരോന്നിനും പോലീസ്. അപ്പൊ തേനീച്ചയെന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ പ്രവാചകന് വഹി കിട്ടിയ പോലെ തേനീച്ചക്കും വഹി ഉണ്ടെന്നായി പറയുന്നത്. അല്ല, തേനീച്ചയോടൊന്ന് പറഞ്ഞു, പൂവുകൾ തോറും ചെന്ന് നീ തേൻ ശേഖരിക്കുക എന്നത് അന്ന് ഒരു വഹിയായിട്ട് കൊടുത്തല്ല. ആ വഹിയും പ്രവാചകന്റെ വഹിയും ഒന്നാണെന്നും പ്രവാചകന്റെ വഹി പോലെ തന്നെ ഈ വഹിയും വലിയ സംഗതിയാണെന്നും അതുകൊണ്ട് തേനിന് വലിയ പുണ്യമുണ്ടെന്നും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചത് വാങ്ങി കൊണ്ടുപോകണമെന്നും അത് മുഖേന തബറു കിട്ടണമെന്ന് ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ അത് വാങ്ങാൻ ക്യൂ നിൽക്കുന്ന ആളുകൾക്കാണ് ദയവായിട്ട്. ഇത്രയും ശുദ്ധ ആത്മീയ മാഫിയ തട്ടിപ്പ് സംഘങ്ങളുടെ കയ്യിലാണ് നമ്മുടെ ആളുകളെന്നും അങ്ങനെയൊക്കെ ആവാനുള്ള കാരണം വേഗത്തിൽ കാര്യം നേടാൻ പറ്റുന്ന ഒരു അവസരത്തിന് വേണ്ടി കൊതിക്കുന്ന വൃത്തികളുടെ സ്വഭാവം ഉണ്ടായിപ്പോയതുകൊണ്ടാണ്. അതുകൊണ്ട് അന്തം കെട്ട് പള്ളിയിലേക്കല്ല മൈതാനത്തേക്കാണ് പോകേണ്ടത് എന്ന് വരെ തോന്നുന്നു എന്നും എന്റെ ഈ മൈതാനത്ത് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചാൽ അത് അറഫയിലെ പ്രാർത്ഥനയേക്കാൾ ഉത്തമമാണെന്ന് ഉസ്താദ് പറയുന്ന തെക്കുവീർ പറയാൻ മാത്രം അന്തം കെട്ടുപോയ ഒരു ജനത ഇന്നുണ്ടെന്നും നിങ്ങൾ വിനയ പുരസ്സരം അറിയണം. ഇന്നലെ നടന്ന കലാപരിപാടിയുടെ ഭാഗം വിശദീകരണം ബാക്കി ഞാൻ അന്വേഷിച്ചു. അപ്പൊ എന്തായാലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, അത് പറയാൻ അതിന് വിശദീകരിച്ചു. ഒറ്റ രാത്രി കൊണ്ട് കാര്യം നേടാതെ പരമാവധി പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമം അള്ളാഹു കബൂൾ ചെയ്യുമാറാവട്ടെ. അള്ളാഹു നിങ്ങളെ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ എണ്ണക്കുറവുകളുടെ ആവശ്യത്തെ ബാധിക്കാതിരിക്കട്ടെ. അവസാന നിമിഷം വരെയും ഈ രീതിയിൽ തന്നെ നമ്മുടെ അവസാനത്തെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്ത വർഷം കഴിയുമെങ്കിൽ ഒറ്റ രാവ് മാത്രമല്ല, അവസാനത്തെ പദ്ധതി മുഴുവൻ രാവും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇതിവിടെ ശല്യം പിൻപറ്റിക്കൊണ്ട് പൂർണ്ണമായി നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള സന്മനസ്സും തന്റേടവും ഈമാനും ഇച്ഛാശക്തിയും പടച്ചവൻ നമുക്ക് ഏവർക്കും പ്രത്യേകം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞതാണ്. സാഹചര്യം പറയാൻ നിർബന്ധിച്ചോട് പറഞ്ഞതാണ്. നമ്മൾ ഓതി വെച്ച
ആയതിന്റെ തുടർച്ചയായിട്ട് ഏതാനും സുഹൃത്തുക്കളാണ് ഉപയോഗിച്ചത്. ക്ലാസ് വല്ലാതെ നീളാതെ ഇൻഷാ അല്ലാഹ് സമയത്തിന് നിർത്താൻ ശ്രമിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഭൗതികതയെ കുറിച്ചായിരുന്നു ആ ആയത്തിൽ പറഞ്ഞത്. ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന പോക്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഇസ്ലാമിക നിലപാടുകളും നമ്മുടെ ധാർമ്മികതയും മൂല്യവും എല്ലാം യഥാർത്ഥത്തിൽ ദുരന്തമായിരിക്കുമെന്നും മറിച്ച് അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും മത്സരിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുമാണ് രണ്ട് ആയത്തിൽ വിശദീകരിച്ചത്. ആ ആയത്തിന്റെ ഫലത്തിലാണ് നമുക്കിടയിൽ നടക്കുന്ന ഭൗതിക പ്രവക്തതയെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഇന്നലെ ഇതിലുള്ളവരുടെ വർത്തമാനം ഇത്തിരി അധികമായി കൊണ്ടുപോയത്. അതിന്റെ തുടർച്ചയിൽ 22 മുതൽ 26 കൂടിയ ആയാത്തുകൾ സൂക്തികളാണ് മുന്നിൽ വെച്ചത്. ഭൂമിയിൽ ഒരു ആപത്തും സംഭവിക്കുന്നില്ല. വലാഫി അംഫുസിക്കും, നിങ്ങൾക്കും ഒരു ആപത്തും സംഭവിക്കുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ, ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ, ഒരു രേഖയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടല്ലാതെ, മിൻ ഖബലി അൻ നബ്റാഹ, ആ സംഭവം സംഭവിക്കുന്നതിന് മുമ്പ്, ആ സംഭവം അവിടെ സംഭവിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ സംഗതി അള്ളാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ആ സംഗതി ഉണ്ടാവട്ടെ എന്ന കൽപ്പനാനുസാരം ഉണ്ടാവുന്നതിന് മുമ്പ് അത് വളരെ കൃത്യമായി ഒരു രേഖയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഒരാപത്തും ഒന്നും സംഭവിക്കുന്നില്ല. ഇന്നതാണ് നടക്കാൻ പോകുന്ന ഒരു കാര്യം മുൻകൂട്ടി രേഖപ്പെടുത്തുക എന്നത് അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യമാണ്. പടച്ചതമ്പുരാന്റെ കഥാകഥകൾ, അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി നാം അംഗീകരിക്കേണ്ടുന്ന കഥാകഥകൾ, വിധിവിശ്വാസം, അതുമായി ബന്ധപ്പെട്ടാണ് ഈ സൂത്രം. കഴിഞ്ഞ നാം പഠിച്ചു വന്ന ആയത്തിൽ ഒരിടത്ത് ഇക്കാര്യം അള്ളാഹു പരാമർശിക്കുന്നു. അതിനെ വീണ്ടും ആവർത്തിക്കുകയാണ്, ഉറപ്പിക്കുക. സമ്പത്ത് ചെലവഴിക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേരത്തെ പറഞ്ഞത് പിന്നെയും ആവർത്തിച്ചു. ഇന്നലത്തെ ക്ലാസ് ആ ഭാഗം അതായിരുന്നു, ആ ആയതായിരുന്നു. അപ്പൊ ഒരു വിഷയം ഉന്നയിക്കുന്നിടത്ത് ആവർത്തിച്ച് പറയും, അതിന്റെ വ്യത്യസ്ത പോയിന്റിൽ ഊന്നി അതിനെ ഉറപ്പിക്കും. ഒരു ആയത്ത് പറയുമ്പോൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഒരു വിഷയമാണെങ്കിൽ അതേ വിഷയത്തിലെ മറ്റൊരു ആയത്ത് പറയുമ്പോൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ആ വിഷയത്തിന്റെ വേറൊരു വശമായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളെ, ഒരു വിഷയത്തിന്റെ വ്യത്യസ്ത ആസ്പെക്റ്റുകളെ, അതിന്റെ വ്യത്യസ്ത തലങ്ങളെ ഉറപ്പിച്ചാണ് ഇസ്ലാമിൽ ഖുർആനിന്റെ പഠനരീതി ഉണ്ടാവുന്നത്. അപ്പൊ നേരത്തെ അവിടെ അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. അതാണ് ഏറ്റവും വലിയ ഈമാൻ, വിശ്വാസം. അവൻ ഉദ്ദേശിച്ച പോലെയാണ് കാര്യങ്ങൾ നടക്കുക എന്നൊക്കെ പറഞ്ഞ ശേഷം ഇപ്പോൾ വീണ്ടും ആ വിഷയത്തിന്റെ മറ്റൊരു വശം സൂചിപ്പിക്കുകയാണ്. മാ അസാബ മിൻ മുസീബത്തിൻ, ഒരു ആപത്തും ഒരു വിപത്തും സംഭവിക്കുന്നില്ല. ഫിൽ അർദി, ഭൂമിയിലും, വലാ ഫീ അൻഫുസിക്കും, നിങ്ങളുടെ കാര്യത്തിൽ. ഭൂമിയിൽ ഒരു ആപത്ത് സംഭവിക്കുക, നമ്മുടെ കാര്യത്തിൽ ഒരു ആപത്ത് സംഭവിക്കുക എന്നത് അത് സംഭവിക്കുകയില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബലി അൻ നബ്റാഹ, അത് സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ സംഗതി സംഭവിക്കുന്നതിന് മുമ്പ് വളരെ കൃത്യമായി ഒരു രേഖയിൽ, ഒരു ഗ്രന്ഥത്തിൽ, ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ. അപ്പൊ എന്ത് സംഭവിക്കുന്നതും മുൻകൂട്ടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അഥവാ അല്ലാഹ് അറിയാതെ ഒന്നും സംഭവിക്കില്ല. അതാണ് പറയുന്നത്, അല്ലാഹ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം തമ്പുരാൻ അറിഞ്ഞുകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. നമുക്കൊരാപത്ത് വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അവനാണ് നമുക്ക് വരുത്തി വെച്ചത്, അങ്ങനെ അവൻ ചെയ്യും. നമുക്കൊരു സന്തോഷകരമായ കാര്യം സംഭവിക്കുന്ന അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ, അവൻ അറിഞ്ഞുകൊണ്ട് അതും ചെയ്യും നമുക്ക് വേണ്ടി. കാരണം ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. ഈ ജീവിതം പരീക്ഷണത്തിൻ്റെതാണ്. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇത് പ്രതിഫലത്തിന്റെ ലോകമല്ല, ഇത് സുഖത്തിന്റെ മാത്രം ലോകം. ഇവിടെ സുഖം എന്നത് ആപേക്ഷികമാണ്. ഇവിടെ എല്ലാം ആപേക്ഷികമാണ്. സൗന്ദര്യം ആപേക്ഷികമാണ്, സമയം ആപേക്ഷികമാണ്, സുഖം ആപേക്ഷികമാണ്. ഒരാൾക്ക് സുഖമായിരിക്കുന്നു, ചില സുഖമാണ്, സന്തോഷമാണ്, കുഴപ്പമില്ല, കുടുംബവും ഞാൻ സുഖമായിരിക്കുന്നു പറയുമ്പോഴും സുഖമല്ല. കുറച്ചുകൂടെ അന്വേഷിക്കുമ്പോൾ ഷുഗറുണ്ട്, പ്രഷറുണ്ട്, വേറെ ചില പ്രശ്നങ്ങളുണ്ട്, ഭാര്യയ്ക്ക് കാലുമുട്ടില്ല, ഭർത്താവിന് കൈമുട്ടില്ല, അങ്ങനെയൊക്കെ പറയും. അവ സുഖമാണെന്ന് പറയുമ്പോൾ അതൊരു സുഖ ആപേക്ഷികമാണ്. സുഖം, പൂർണ്ണമായ സൗഖ്യം, പൂർണ്ണമായ സന്തോഷം, പൂർണ്ണമായ ആഹ്ലാദം, പൂർണ്ണമായ അനുഭൂതി, പൂർണ്ണമായ സമാധാനം, പൂർണ്ണമായ അന്തരില്ലാത്ത ഐശ്വര്യത്തിന്റെ അവസ്ഥ, പൂർണ്ണമായ ക്ഷേമത്തിന്റെ
ഇഹലോകത്ത് സാധ്യമേ അല്ല. അത് സ്വർഗത്തിലാണ്. സ്വർഗത്തിലെ അത് കിട്ടും. അതാണ് വിഷയം. അപ്പൊ ഇവിടെ അത് ആപേക്ഷികമാണ്. സൗന്ദര്യം അങ്ങനെ തന്നെ. ഓരോരുത്തരുടെ കണ്ണിന് തോന്നലായിരുന്നു. ഇവന്റെ കണ്ണിന് തോന്നിയ സൗന്ദര്യം മറ്റൊരു സൗന്ദര്യം ആയിക്കൊള്ളുന്നില്ല. അതും ആപേക്ഷികമാണ്. സമയം ആപേക്ഷികമാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിലേക്ക് ജനിച്ചത് മുതൽ ഇവിടെ നിന്ന് പോകുന്നവരെ മാത്രമേ സമയമുള്ളൂ നമുക്ക്. ആ സമയം ആപേക്ഷികമാണ്. ഇതിനൊക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്നാമത് തീരുമാനിച്ചതുപോലെ മുന്നോട്ട് പോവുകയാണ്. അത് നമുക്ക് നല്ല ബോധ്യം വേണം. ഇത് ഈ ദുനിയാവ് യഥാർത്ഥത്തിൽ പരമമായ സുഖത്തിന്റെ, സൗഖ്യത്തിന്റെ, സമാധാനത്തിന്റെ, ക്ഷേമത്തിന്റെ ലോകമേ അല്ല. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഈ നബിലുവക്കും അയ്യക്കും അക്സനും അമല, നിങ്ങളിൽ ആ ഏറ്റവും നന്നായി പ്രവർത്തിക്കും എന്ന് നോക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ പറ്റിരിക്കാം. അതുകൊണ്ടാണ് പരീക്ഷയുടെ കാലാവധിയാണ്. നാം ഒരു പരീക്ഷാ ഹോളിലാണ്. ജനിച്ചിവിടെ വന്നത് മുതൽ പക്വതയും പാകത്തിന്റെ നാൾ മുതൽ ബോധോദയത്തോടു കൂടി നമ്മുടെ പ്രജ്ഞ നഷ്ടപ്പെടാതെ നാം എത്ര കാലം ജീവിക്കുന്നുവോ അത്രയും വരെയാണ് ഈ പരീക്ഷാ ഹോളിലെ പരീക്ഷയുടെ ഡ്യൂറേഷൻ, അതിന്റെ ടൈം. അതിനിടയിൽ ഏറ്റവും നന്നായിട്ട് ആര് ഈ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നുവോ അവനാണ് അതിന്റെ നേട്ടം പരലോകത്ത് നേടുക. അപ്പൊ ഇത് പരീക്ഷയുടെ ഹാളാണ്, പരീക്ഷാ ഹാളാണ്. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇവിടെ ആകെ പരീക്ഷിക്കുകയാണ്. അപ്പൊ പരീക്ഷിക്കുമ്പോൾ സുഖവും ദുഃഖവും ഉണ്ടാവും. അതാണ് വിഷയം. അതുകൊണ്ട് ആ സുഖവും ദുഃഖവും അത് കരുത് പറഞ്ഞത്. സുഖവും ദുഃഖവും ഇല്ലെങ്കിൽ പരീക്ഷണമില്ല. ഒരാൾക്ക് ദുഃഖം മാത്രമാണ് കൊടുക്കുന്നെങ്കിൽ എപ്പോഴും ദുഃഖം മാത്രമേ, അയാൾക്ക് ഖേദവും ദുഃഖവും പ്രയാസവും രോഗാവസ്ഥയും പീഡാവസ്ഥയും അങ്ങനെ അത് മാത്രമാണ് കൊടുക്കുന്നെങ്കിൽ അത് നരകതുല്യമാകില്ലേ? അതിവിടെ സംഭവിക്കും, നരകത്തിൽ സംഭവിക്കും. അവിടെ അയാൾ ചില കുറ്റത്തിനെല്ലാം എപ്പോഴും പീഡാനുഭവമുണ്ടാവും. അവിടെ സൗഖ്യമെന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ലല്ലോ. കൊണ്ട കരിഞ്ഞു പോകുന്ന ചുടുവെള്ളമോ അല്ലെങ്കിൽ ചെലവും രക്തവും ചേർന്ന വെള്ളമാണ് കൊടുക്കാൻ പറഞ്ഞില്ലേ? ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുന്ന സുഖം കിട്ടില്ല. അപ്പോ അത് അവിടെ സംഭവിക്കും. ഇവിടെ എല്ലായ്പ്പോഴും പ്രശ്നം മാത്രമായി, ദുഃഖം മാത്രമായി മനുഷ്യനുണ്ടാവില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞേക്കാം, ഞാൻ എപ്പോഴും എനിക്ക് പ്രശ്നങ്ങളാണ്, എന്നും എനിക്ക് ദുഃഖമാണ്. അത് അയാൾ വിലയിരുത്തി തെറ്റിയത് കൊണ്ടാണ്. അയാൾക്ക് സുഖമുള്ള ഒരുപാട് അവസ്ഥയുണ്ട്, അത് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ കൊച്ചു കൊച്ചു പ്രയാസങ്ങളെ വലുതാക്കി പറയുന്നു എന്ന് മാത്രം. അയാൾക്കത് ഒരുപാട് സൗഖ്യം വേറെ കൊടുത്തിരിക്കുന്നു, അത് മനസ്സിലാകുന്നില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ കഷ്ടപ്പാടുള്ള ഒരാളാണ്, ഇതിൽ ദാരിദ്ര്യമുള്ള ഒരാളാണ്. അയാൾ പറയുമ്പോൾ എപ്പോഴും അയാളുടെ പ്രശ്നങ്ങൾ മാത്രമേ പറയുള്ളൂ. അയാൾക്ക് ദൈവം അന്യായം കാണിച്ചു, അനീതി കാണിച്ചു എന്നൊക്കെയാണ് പറയാൻ. നമുക്കില്ലാതെ പറയാൻ പാടില്ല. പ്രപഞ്ചനാഥൻ അമ്മാവോ ആരോടും അന്യായം കാണിക്കില്ല. അവൻ കാരുണ്യം കാണിക്കുള്ളൂ. ഇവനോട് കാണേണ്ട കാര്യം ഇതാ, എന്റെ കൊടുക്കാതിരിക്കുക. കൊടുത്താൽ ഇവൻ എന്തോ ആയിപ്പോയി ചിലപ്പോൾ ഇത് സംഭവിക്കാം. അപ്പൊ അന്ന് അവനോട് കാണിക്കേണ്ട കാര്യം അങ്ങോട്ട് കാണിക്കുള്ളൂ, അതിലപ്പുറത്ത് കാണിക്കില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ എനിക്ക് എന്നും കഷ്ടപ്പാടാണ്, കടം കൂടിയ സമയമില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്. ഒരു ജോലിയിൽ 2 മാസം കഴിയുമ്പോൾ അത് പ്രശ്നമാകും. അഥവാ ജോലി 4 മാസം ആകും, അല്ലെങ്കിൽ 4 ദിവസം ജോലി കിട്ടും, പണി കിട്ടും, പിന്നെ ഒരാഴ്ച കിട്ടൂല. അപ്പൊ ഈ കിട്ടിയ പൈസ തീരുമ്പോഴേക്കും പിന്നെ ഞാൻ തെറ്റി നടക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പാട് പറയും. യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ പ്രശ്നത്തിലാണ്, പ്രയാസത്തിലാണ്, ദാരിദ്ര്യത്തിലാണെന്ന് പറയുമ്പോഴും അദ്ദേഹം ആ പറയുന്നത് സത്യസന്ധപരമായ വർത്തമാനമല്ല. കാരണം അദ്ദേഹത്തെക്കാൾ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ വേറെ ഉണ്ട് ഇവിടെ. അപ്പോഴേ ഇദ്ദേഹം അത് നോക്കിയിട്ട് പറഞ്ഞാലേ സത്യം പറയാൻ പറ്റും. രോഗിയായവരോട് പറയണേ എനിക്ക് എന്നും രോഗാവസ്ഥയാണ്, പീഡാവസ്ഥയാണ്, ഒരു സ്വസ്ഥതയും അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇദ്ദേഹത്തെക്കാൾ എത്രയോ മാരകമായ രോഗത്തിന് അടിപ്പെട്ട ആശുപത്രിയിൽ വേറെ മനുഷ്യന്മാർ അപ്പുറത്തെ കട്ടിൽ കിടക്കുന്നുണ്ട്. ആശുപത്രിയിൽ പോയാൽ പല രോഗമല്ല, അതിനേക്കാൾ ഭീകരമായ രോഗം അപ്പുറത്ത്. നമുക്ക് പേടിയായി പോയി പഠിച്ചാൽ ഇത് ഞാൻ അവിടെ കിടക്കണം, ഇതിനേക്കാൾ വലിയ ആൾക്കാർ കിടക്കുന്നത് ഞാനും കിടക്കണം, നമ്മൾ ഇറങ്ങി പോയി ചിലപ്പോൾ ആശുപത്രിയിൽ നിന്ന്. അതാണ് സന്ദർഭം. നമ്മളെക്കാൾ താഴെയുള്ള മനുഷ്യരെ നോക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കഷ്ടപ്പാടായി തോന്നുന്നത്. അവരുടെ ഈ കഷ്ടപ്പാട് നൽകിയത് പോലും അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ഈ കഷ്ടപ്പാടിനിടയിലും അല്ലാഹു നൽകിയ സുഖം, സൗഖ്യം അറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ, അല്ലാഹുവിനെ സ്തുതിക്കാൻ കഴിയുമ്പോഴാണ് ഒരാൾ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് ഉയരുക. കാരണം അള്ളയാണ് വിധിച്ചത്, അങ്ങനെ സംഭവിക്കും, അതൊരു പരീക്ഷണമാണ്, ഞാൻ സഹിക്കണം, ക്ഷമിക്കണം, കണ്ടില്ലേ എന്നെക്കാൾ പ്രയാസപ്പെടുന്ന ആളുകൾ കണ്ടില്ലേ എന്ന രീതിയിൽ ചിന്തിക്കാൻ കഴിയണം. അപ്പൊ ഈ മുസീബത്ത്, ആപത്ത് അവനൊരു ആപത്താണെന്ന് തോന്നുകയില്ല. ആപത്തായി തോന്നുമ്പോൾ പോലും അതിൽ അവൻ മനമെടുക്കുകയില്ല. ആ ആപത്ത് അല്ലെങ്കിൽ ഈ വിപത്ത്, ഈ പരീക്ഷണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഖേന പടച്ചവന്റെ മാർഗത്തിൽ സഹിച്ചും ക്ഷമിച്ചും നിന്നാൽ
ഇതിനേക്കാൾ ഹൈറുള്ള അവസ്ഥ അവ തരുന്ന വലിയ പ്രതീക്ഷ അവനുണ്ടാകും. ആ ശുഭപ്രതീക്ഷയിൽ അവൻ നാഥൻ നൽകിയ ഈ പരീക്ഷണത്തെ സഹിച്ച് ക്ഷമിച്ച് പഠിച്ചവരെ ഇത്രയല്ലേ നീ വരുത്തി വെച്ചോളൂ, ഇതിനേക്കാളും ചെയ്യാൻ എനിക്ക് കഴിയുമല്ലോ. എന്റെ ഒരു കൈയല്ലേ തടന്നുള്ളൂ, എന്റെ ഇടത് കൈയാണല്ലോ തടന്നത്. എന്റെ വലത് കൈ തടന്നിരുന്നുവെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. എനിക്ക് ഒരു സംഗതിയിൽ ബലം പിടിച്ച് എഴുന്നേൽക്കാൻ കഴിയുമായിരുന്നില്ല. എനിക്ക് എഴുതുക എന്ന എന്റെ ഈ കഴിവ് നഷ്ടപ്പെടുമായിരുന്നു. ഇപ്പോൾ എന്റെ ഈ വലത് കൈ തളരാത്തത് കൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ, എഴുതാൻ, സർഗപരമായ കഴിവുകളെ പ്രകാശിപ്പിക്കാൻ, എന്റെ നാവ് തളരാത്തവനെ സംസാരിച്ച് നിർത്താൻ, ഇങ്ങനെ എനിക്കെല്ലാം കഴിയുന്നത് അൽഹംദുലില്ലാഹ്. ഇത്രയെങ്കിലും ഔദാര്യം എന്നോട് കാണിച്ചല്ലോ, എന്നെ ഇതിനപ്പുറത്ത് പരീക്ഷിച്ചല്ലോ എന്ന് ഒരു ഭാഗം തടന്നു കിടക്കുമ്പോഴും വിശ്വാസിക്ക് പറയാൻ കഴിയുന്നത് ഈ പരീക്ഷണത്തെ കുറിച്ച് ശരിയായി മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും, നിങ്ങളെ മുകളിലുള്ളവരെ നോക്കരുത്. ചെറിയൊരു വീടുള്ളവൻ ചേരിയിലേക്ക് നോക്കട്ടെ, സ്വന്തമായി 2 സെന്റ് ഇരിക്കുന്നവൻ ചേരിയിലേക്ക് നോക്കട്ടെ. സ്വന്തമായി ഭൂമിയില്ലാത്ത ചേരി നിവാസികൾ ഏത് സമയത്തും ഈ ഭരണകൂടത്തിന്റെ അധികാരത്തിൽ വരുന്ന ഏതോ തലതിരിഞ്ഞ ഒരു ഭരണാധികാരി ബുൾഡോസർ ഉണ്ടാകുന്ന സ്ഥലമാണ് ചേരി. അങ്ങനെയാണ്, പാവങ്ങൾ കാണാൻ കണ്ടിട്ടാവില്ലല്ലോ, അങ്ങനെ സംഭവിക്കും. അപ്പൊ അങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥയിലിരിക്കുന്ന ആ ചേരിക്കാരൻ നോക്കുമ്പോഴാണ് ഈ 2 സെന്റുകാരൻ കൂടി പഠിച്ചവരെ ഞാൻ 2 സെന്റിലുടമയാണല്ലോ, അതിനകത്ത് ഓലപ്പുര ഷീറ്റ് വെച്ചിട്ട് കുടിയിൽ നിൽക്കുന്നുണ്ടല്ലോ എന്നാണ് ബോധ്യമാവുകയാണെങ്കിൽ സന്തോഷമാകാം. അള്ളാഹുവേ നീ എന്നോട് വല്ലാതെ അനുഗ്രഹം അവരെന്തൊക്കെ ചെയ്തില്ല. അപ്പൊ നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്കണം. പല തന്നൂറിലാണ് ഫോക്കൊക്കെ മുകളിലുള്ളവർ നോക്കരുത്. ഈ 2 സെന്റുകാരൻ അപ്പുറത്തെ കർഷകാരൻ നോക്കിയിട്ട് നിരാശപ്പെടാൻ പോയാൽ അവർ നിരാശവാദികളാകും. അപ്പൊ നിങ്ങൾ നിങ്ങളെ താഴെയുള്ളവരിലേക്ക് നോക്കുക, നിങ്ങൾ നിങ്ങളെ മുകളിലുള്ളവരിലേക്ക് നോക്കാതിരിക്കുക. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കാൻ കഴിയുമാറ് ആപത്തുകളും പരീക്ഷണങ്ങളും പരീക്ഷണമായി കാണണം എന്ന് വിശ്വാസത്തിന്റെ ഭാഗമായി ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആപത്തുകൾ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് വരാം. രോഗാവസ്ഥ, സാമ്പത്തിക നഷ്ടം, അതുപോലെ തന്നെ കച്ചവട തകർച്ച, അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ പ്രയാസം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട മരണം, ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ വിപത്ത് നമുക്ക് വരാം. ലോകത്ത് വിപത്തുണ്ടാവാം. വലിയ വലിയ അഗ്നിപർവ്വതങ്ങൾ, വലിയ വലിയ കൊടുങ്കാറ്റുകൾ, ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, ഭൂമിയുടെ ഇളകലും മറിയലും പൈപ്പിംഗ് ഒഴിഞ്ഞു ചാടലും ഒക്കെ സംഭവിച്ചിരിക്കുന്ന കാലം. മനുഷ്യന്മാരുണ്ടാക്കി വെച്ച ആണവ കേന്ദ്രങ്ങൾ തകർന്ന് അണുപ്രസരണം, അത് ജർമ്മനിയിലോ ജപ്പാനിലോ ഉണ്ടായാലും കേരളത്തിലെ ശംഖുമുഖത്ത് എത്തുന്ന അവസ്ഥ ഇതൊക്കെ സംഭവിക്കാം. നമുക്കല്ലേ ഭൂമിക്ക് നമ്മളെ അതിട്ടുണ്ട്, അന്നാലും കുട്ടികൾ അതില്ലല്ലോ. അവിടുത്തെ കടലിലെ മത്സ്യത്തിന് വികരണം ബാധിച്ചാൽ ആ മത്സ്യം കടൽ വഴിയോടെ എത്തുപോലെ സംശയമൊന്നും വേണ്ട, എത്താം. അവിടുന്ന് ദേശാടന പക്ഷികൾ വരും നമ്മുടെ നാട്ടിലേക്ക്. 8000 കിലോമീറ്റർ അപ്പുറം ദേശാടന പക്ഷികൾ വരും. ആ വികരണം ഇവിടെ എത്തും, നമുക്ക് തടയാൻ കഴിയില്ല. അപ്പോ ഇതൊക്കെ വലിയ പരീക്ഷണങ്ങളാണ്. വലിയ പരീക്ഷണം. നമ്മുടെ ഭ്രാന്തന്മാരായ ഭരണാധികാരികളും രാഷ്ട്രങ്ങളും ഉണ്ടാക്കി വെച്ച അണുവായുധവും ആണവോർജവും വലിയ അളവിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഈ ആണവ വേസ്റ്റും ഈ വേസ്റ്റ് ഇതൊക്കെ വലിയ പ്രശ്നം സൃഷ്ടിക്കും. പ്രശ്നമല്ല, അവർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവർ, അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. കൊമ്പ് മുറിഞ്ഞ് താഴെ വീഴുമ്പോഴേ ഇരിക്കുന്ന കൊമ്പ് വെട്ടാൻ പാടുന്ന ബോധ്യാവും പറഞ്ഞാൽ മനസ്സിലാവില്ല. കണ്ടറിയാത്തവർ കൊണ്ടേ അറിയും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാളത്തെ പ്രവർത്തന പണിയാണ് ഈ ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കല്ല് ഉരുട്ടി മുകളിൽ കൊണ്ടേ അപ്പം താഴേക്ക് അതന്നെ ചെയ്യുന്ന പണി ഇങ്ങനത്തെ പണിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ലോകത്തും ദുരന്തം സംഭവിക്കാം, ഭൂമിയിൽ ദുരന്തം സംഭവിക്കാം, നമ്മുടെ പേഴ്സണൽ നമുക്ക് ദുരന്തം സംഭവിക്കാം. അങ്ങനെയൊക്കെ വിപത്ത് വരുമ്പോ ഈ വിപത്ത് എല്ലാം അതിന് സംഭവിക്കുന്നത് തന്നെ. എന്നാൽ അതിനർത്ഥം അല്ല എല്ലാവരെയും കൊണ്ട് ആപത്തിലാക്കലാണോ? അല്ല. അല്ല ഈ ഭൂമിക്ക് ഒരു ക്രമം വെച്ചിട്ടുണ്ട്, നമുക്കും ഒരു ക്രമം വെച്ചിട്ടുണ്ട്. കാര്യകാരണ ബന്ധങ്ങളിലെ കാര്യങ്ങൾ നടക്കും. മഴ എങ്ങനെ പെയ്യാം? സൂര്യന്റെ പ്രകാശത്തിൽ വെള്ളം ചൂട് പിടിച്ചു പുറത്തുനിന്നും കടലിൽ നിന്നും നമ്മൾ ആറാന്റെ വസ്ത്രത്തിൽ നിന്നുമൊക്കെ ആവിയായി മുകളിലേക്ക് പൊങ്ങി. ആ ആവിയായി പൊങ്ങിയ നീരാവി ഒന്നിച്ചുകൂടി ഘനീഭവിച്ച് മേഘങ്ങളായി. ആ മേഘങ്ങൾ പരസ്പരം ഒന്നിച്ചുകൂടി അത് കൂടുതൽ കനത്ത്
അന്തരീക്ഷമുള്ള പ്രദേശത്തെത്തുമ്പോൾ തണുത്തൊരു മഴയായിട്ട് വരും. ഇതൊരു കാര്യകാരണമല്ല. മഴ വർഷിച്ചാൽ അത് തന്നെ. പക്ഷെ അമ്മ നിൽക്കുന്നതിനെ മഴ ഉപയോഗിക്കാനല്ല, അതിനൊരു ക്രമം വെച്ചിരിക്കുന്നു. ഈ ക്രമം നമ്മുടെ കാര്യത്തിലുണ്ട്. വിവാഹം കഴിച്ച് ഭാര്യയും ഭർത്താവുമായും ജീവിച്ച് ദാമ്പത്യം മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നൊരു സന്താനം ഉണ്ടാവുന്ന ക്രമമാണെങ്കിൽ വിവാഹം കഴിക്കാതെ നടക്കില്ല. നടക്കുന്ന വേറെ രീതിയാണ്. അപ്പൊ ഒരു കാര്യകാരണ ബന്ധമുണ്ട്. ഭക്ഷണം മര്യാദക്ക് കഴിച്ച് കായികാധ്വാനം ചെയ്ത് അള്ളാഹുവിന്റെ കൽപ്പനാനുസാരം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പകലിൽ ഉപജീവനമാർഗവും ഇസ്ലാമിക പ്രവർത്തനവും രാത്രി വിശ്രമവുമായിട്ട് ജീവിതം നയിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ നിലനിൽക്കും. ഈ ക്രമം തെറ്റിയ അയാൾ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാമായിട്ട് മാറും. സംഭവിക്കുന്ന അങ്ങനെ സംഭവിക്കുമ്പോൾ ക്രമം തെറ്റുമ്പോഴാണ് പ്രശ്നം. എല്ലാത്തിനും ഈ ഒരു രീതിയുണ്ട് അള്ളാഹ് വെച്ചിരിക്കുന്നത്. നമ്മൾ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് സന്തോഷത്തോടു കൂടി അവന്റെ ഹുക്കുമ്, ശറഈയായ ഹുക്കുമുകൾ ലംഘിക്കാതെ നേരെ ചൊവ്വേ ജീവിച്ച് അധ്വാനിച്ച് മുന്നോട്ട് പോകാണെങ്കിൽ അല്ലരും അലട്ടുമില്ലാത്ത ജീവിതം സാധ്യമാവും. അത് തെറ്റിച്ചിട്ട് സ്വാർത്ഥംബരിയായി ധനമോഹത്താൽ വേഗത്തിൽ നേടാൻ വേണ്ടി അന്യായമായ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിച്ചാൽ ചിലപ്പോ ഈ ചങ്ങാതി നേടിയിട്ടുണ്ടാവും, അവന്റെ അടുത്ത തലമുറ നശിപ്പിച്ചിട്ടുണ്ടാവും, അടുത്ത തലമുറ പിന്നെയും നശിക്കും. ഇന്നലത്തെ തൊഴിലാളി ഇന്നത്തെ മുതലാളിയാകും. ഈ മുതലാളിയുടെ മക്കൾക്ക് പണത്തിന്റെ വില അറിയില്ല. അവരെന്താകും? ധാരാളിയാകും, ദൂർത്തനാകും. അവന്റെ തലമുറ ചിലപ്പോൾ ഈ പണം തീർന്നെങ്കിൽ അവന്റെ തലമുറ പൂർണ്ണമായും ദൂരത്തിന്റെ ധാരാളത്തിന്റെ വഴിയിലേക്ക് പോകും. അവന്റെ അടുത്ത തലമുറ ഏർപ്പാടിയായിട്ട് മാറും. സംഭവിക്കുന്നതാണ്. വലിയ വലിയ ഫാമിലിയെ കുറിച്ച് അറിയാൻ പറ്റും. അങ്ങനെയാണ്. അവന്റെ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ അയാൾ കാപ്പി കച്ചവടം ചെയ്തു, പായസ കച്ചവടം നടത്തി, തെരുവ് കൂടി സാധനം വിറ്റ് നടത്തുന്ന ആളാണ്. ആള് പിന്നെ പണക്കാരനായി. അള്ള കൊടുത്തതാ. പക്ഷെ ആ പണത്തിന്റെ വില മനസ്സിലാക്കി അള്ളാഹു നൽകിയ നിയമത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നാഥന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ഈ സമ്പത്തിന്റെ വില സ്വന്തം മക്കളെ മനസ്സിലാക്കി കൊടുത്തു. ഈ സമ്പത്തിൽ നിന്ന് ഇസ്ലാമും ഇസ്ലാമിക ദീനും അള്ളാഹുവിന്റെ ജനതയും ഈ മനുഷ്യന്മാർക്ക് നേരെ ചൊവ്വേ അർഹതപ്പെട്ട വിഹിതം അവർക്ക് കിട്ടിക്കൊണ്ട് മാന്യമായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്കും അതിന് അടുത്ത തലമുറയ്ക്ക് സമ്പത്ത് അങ്ങനെ കൈമാറും വലിയ കുഴപ്പമുണ്ടാവില്ല. വലിയ കുഴപ്പം സംഭവിക്കില്ല. അങ്ങനെ അപൂർവ കുടുംബങ്ങൾ ഉണ്ടാകും. അങ്ങനെ അപൂർവ കുടുംബങ്ങൾ. എന്നാൽ ഈ സമ്പത്തിന്റെ വില മനസ്സിലാക്കിയ ഇദ്ദേഹം ഇതിന്റെ വിലയും ഇതിന്റെ കരുത്തും ഇതിന്റെ രീതിയും നേരെ ചൊവ്വേ അടുത്ത തലമുറയെ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ അവൻ ഈ സ്വത്തിന് വില ഉണ്ടാവില്ല. അവൻ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു. അതുകൊണ്ട് അവൻ നന്നായി അടിച്ചു പൊളിച്ചു. ആ അടിച്ചു പൊളിക്കുന്ന ഈ തലമുറയുടെ അടുത്ത തലമുറയ്ക്ക് ഇവർ ശരിക്കും തീർന്നു പോയി, പാളീസായി പോയി. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അതുകൊണ്ടാണ് ഇന്നത്തെ പണക്കാരൻ നാളത്തെ പാമ്പനായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ തമ്പ്രാക്കന്മാർക്ക് വരിക്കാതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ ഇവിടെ അള്ളാഹു കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ക്രമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ക്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ആ ക്രമം അള്ളാഹു ബലം പിടിച്ച് നടത്തുന്നതല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നേരെ ചൊവ്വേ ചെയ്യാതെ വരുമ്പോൾ ഈ ക്രമത്തിൽ കാര്യങ്ങൾ ആയി വരികയാണ് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും വിശദീകരിച്ചത് അള്ള നേരത്തെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ തന്നെ സംഭവിക്കും. പിന്നെ നമ്മളെന്തിനാ നോക്കി നിൽക്കുന്നത് എന്ന നിസ്സംഗതയുടെ അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. കഥകളുടെ വിശ്വാസം ഒരിക്കലും മനുഷ്യനെ നിസ്സഹായനാക്കുകയില്ല. കഥകളുടെ വിശ്വാസം മനുഷ്യനെ കരുത്തനാക്കുകയാണ് ചെയ്യുക. എന്റെ ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്കിൽ ഈ ആയത്തിൽ തെറ്റിദ്ധരിക്കും. എന്താ ആയത്ത് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളിലും ഈ ഭൂമിയിലും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിപത്തും ആപത്തും അത് സംഭവിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ സംഗതി സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഒരു ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, നെഗറ്റീവായ ചിന്ത. അതിപ്പോ എന്തും അള്ള പറഞ്ഞ പോലെ സംഭവിക്കുന്നു. ഞാനിപ്പോ നന്നായി ജീവിച്ചാലും സംഗതി പ്രശ്നമാകും, കുഴപ്പം ജീവിച്ചാലും സംഗതി പ്രശ്നമാണ്. ഞാൻ എന്തിനാണ് നിൽക്കുന്നത് എന്ന നിസ്സംഗതയിലേക്ക്, നിസ്സഹായതയിലേക്ക്, ഒരുതരം താല്പര്യമില്ലായ്മയിലേക്ക്, ഒരുതരം മടുപ്പിലേക്ക്, ചെടുപ്പിലേക്ക് നമ്മൾ കുടുങ്ങിപ്പോയി എന്ന ഭാവനയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എന്തിനും വിധേയരായി നിൽക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒക്കെ അമ്മ തീരുമാനിച്ച പോലെ നടക്കും. അതുകൊണ്ട് നിർബന്ധിതരാണ് ജബർവാദത്തിലേക്ക്, ജബരിയാക്കൾ, ഇസ്ലാമിന്റെ പേരിലുള്ള ജബരിയാക്കൾ, അങ്ങനെ ജബർവാദത്തിലേക്ക് പോകുന്ന അവസ്ഥ സംഭവിച്ചാൽ അത് ശിർക്കാണ്, കുഫ്റാണ്, നിഫാഖാണ്. അത്
തൗഹീദ് അതിവിടെ ഉദ്ദേശിക്കില്ല. മറിച്ച് കഥ അള്ള ഉദ്ദേശിച്ച പോലെ എല്ലാം നടക്കുന്നത് കരുത്തിന്റെ ഒരു ഭാഗം. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഒരാൾ രോഗിയായി ചെയ്യാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തു. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. ചികിത്സയും പ്രാർത്ഥനയും ചികിത്സയും. പക്ഷെ ഈ ചികിത്സ കൊണ്ട് രോഗം മാറുമോ നമുക്കറിയില്ല. രോഗത്തിന് വേറെ ചികിത്സയുണ്ടോ? ഇല്ല. കിട്ടാവുന്നതുണ്ട്. പിന്നെ അള്ളാഹു തവക്കുലാക്കി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്താ സംഭവിക്കാണ്ട് സംഭവിക്കും അതന്നെ. അപ്പൊ നമുക്ക് സമാധാനം, നമുക്ക് ചെയ്യാവുന്ന എല്ലാ ചികിത്സയും കൊടുത്തിരിക്കുന്നു. ഞങ്ങളെല്ലാവരും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കുന്നു. ബാക്കി അളവ അതൊരു കരുത്താണ്. അവിടെ നിസ്സഹായനായി പോകല്ല. അത് ഇനി അവ സംഭവിച്ച് തീരുമാനിച്ച പോലെ നടക്കുള്ളൂ. അവ സമയമാകുമ്പോൾ ആളൊക്കെ മരിക്കും. എന്താ വിഷയം? സമയമായില്ലേ ആളെഴുതി നടക്കും. എന്താ സംശയം? രണ്ട് സംഭവിക്കും. നമുക്കറിയില്ല. അങ്ങേ അറ്റത്തേക്ക് എത്തിയ രോഗി എഴുതി നടന്നതിലുണ്ടല്ലോ ഉണ്ട്. നല്ല കോലത്തിന് പ്രശ്നക്കാരനത് ആശുപത്രിയിൽ പോയി 4 ദിവസം കൊണ്ട് പേടായി വീടായിട്ടുണ്ടാകും. നല്ല ആരോഗ്യത്തോടെ പോയതാ. നടന്നു പോയ കക്ഷി ഹോസ്പിറ്റൽ അഡ്മിറ്റായി, എന്തോ ഒരു ഓപ്പറേഷൻ വിധേയനായി, സർജറി വൃത്തം വിട്ട് ആള് കോമയിലായി, അല്ലെങ്കിൽ വെന്റിലേറ്ററിലായി, ആള് തീർന്ന്. അങ്ങനെ സംഭവിക്കാം. അപ്പൊ അവിടെയൊക്കെ നമുക്കൊരു കരുത്താണ് കിട്ടാം. അത് നമുക്ക് ചെയ്യാതെ ചെയ്തു. ബാക്കി അള്ളാന്റെ തീരുമാനപ്രകാരം സംഭവിച്ചു. അള്ളാഹ് ഉദ്ദേശിച്ചതുപോലെ കഴിവും ശേഷിയും അള്ളാഹ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉദ്ദേശം പോലെയുള്ള കാര്യങ്ങൾ നടക്കുക, നമ്മൾ പ്ലാൻ ചെയ്യും പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുക. അറബിയെ ചൊല്ലങ്ങനെ നമ്മുടെ പ്ലാനിങ്ങുകൾക്ക് ആസൂത്രണങ്ങൾക്ക് അപ്പുറത്ത് അള്ളാന്റെ ഒരു കഥറുണ്ട്, നിർണയമുണ്ട്. അത് എങ്ങനെ സംഭവിക്കണമെന്ന് അവിടെ തീരുമാനമാകും. അപ്പൊ നമുക്ക് നല്ല കരുത്താം. എന്റെ ഒരു സുഹൃത്ത് തൃശ്ശൂരിൽ 6 മാസമായി ക്യാൻസർ ആയിട്ട് കിടക്കുക. സഹോദരൻ ഫിറോസ് ഖാൻ അറിയാം. 1 മാസമായി ആള് പോയി, വല്ലാതെ പോയി. മിഞ്ഞാന്ന ഒരു സന്ദർഭത്തിൽ എന്തോ ഒരു ആലോചനയിൽ എന്റെ മനസ്സിലൊരു വല്ലാത്ത ഭയാശങ്ക പോലെ ഈ മനുഷ്യന്റെ മുഖം ഓർമ്മ. അദ്ദേഹത്തെ പരിചരിക്കുന്ന ഞങ്ങളുടെ തന്നെ മറ്റൊരു സുഹൃത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഒന്ന് പോയി നോക്കണം, എന്റെ സംഗതി ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് ഇപ്പൊ തീരും, നിങ്ങളൊന്ന് കണ്ണു വെക്കണം. അദ്ദേഹം പോയി ഇവിടുത്തെ വിളിച്ചു പറഞ്ഞു, ഒരു കണ്ണടഞ്ഞിരിക്കുന്നു, ഓർമ്മയും പോയിരിക്കുന്നു. പിറ്റേന്ന് മരിച്ചു എന്ന് മറവാണ്. അത് മരിക്കലാണ് ഹൈർ. അങ്ങനെയാണ്. ഇതൊന്നും ചെയ്യാനില്ല. സാധ്യമാകുന്ന ചികിത്സ ഇവിടെ കൊണ്ടുവന്ന് ഇതാ ഇരിക്കുന്ന ഫിറോസ്കോപ്പ് എല്ലാവരും കൊണ്ടുവന്ന് ഡോക്ടർമാർ ഒന്നിനവരൊന്നായിട്ട് ചെയ്തൊക്കെ ചെയ്തു. ഇത് ചെയ്യാനില്ല. അത് മരിക്കലാണ് ഹൈർ. ഇൻകാനത്ത് ഹൈറല്ല അമിതുഹു പഠിച്ചവരെ മരണമാണ് അദ്ദേഹത്തെ മരിപ്പിക്കുന്നത്. ജീവിതമാണ് ഹൈർ. ജീവിപ്പിക്കലും പ്രാർത്ഥിക്കലും ചെയ്യാൻ. അതാണ് കലാവിട്ട് കൊടുക്കൽ. അത് അവരുടെ ഉദ്ദേശം സംഭവിക്കും. അപ്പൊ നമുക്ക് ധൈര്യമായി ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ബാക്കിയാകാൻ അതന്നെ. പിന്നെ അതിന് പിന്നാലെ കിട്ടിയിട്ടുള്ള കാര്യമൊന്നുമില്ല. അത് നല്ല പോലെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യം. ഇങ്ങനെ വല്ലാത്ത ആശ്വാസത്തിന്റെ, കരുത്തിന്റെ, ഉറപ്പിന്റെ ഒന്നാണ് കലാകാര വിശ്വാസം. അങ്ങനെയാണ്. ഒരാളുടെ വണ്ടിയെടുത്ത് ബൈക്കെടുത്ത് മോനൊറ്റ ഇറക്കം ഓടി ചെന്നിട്ട് തീർന്നു റോട്ടിൽ. എന്തൊക്കെ കാണിച്ചതാ. മാതാപിതാക്കളൊക്കെ ചെയ്യാം. ബുദ്ധിയില്ലാത്തത് എന്റെ മകനെ കൊണ്ടുപോയില്ലേ പഠിച്ചവനെ, നീ എന്താണ് കാണിച്ചത്? ഇനി ഞാൻ ഇല്ലല്ലോ, തെറ്റി നിന്നോട് അന്ന് നിസ്കരിക്കൂല, നോമ്പെടുക്കൂല, എന്നോട് പ്രാർത്ഥിക്കൂല. കുടുംബത്തിലേക്കറിയാം. ഞങ്ങളാണ് കുളത്തിനോട് തെറ്റിച്ച് ആള് ശൗചം ചെയ്യാതിരിക്കുന്നു പറയാറുണ്ട്. ശൗചം ചെയ്യാതെ അപ്പൊ ഇയാൾ കുളത്തിനോട് തെറ്റിയത് ചെയ്യാൻ കിട്ടിയതില്ല. ആർക്കാ നഷ്ടം? അയാൾക്ക് നഷ്ടം, കുളത്തിനുള്ള നഷ്ടമാണ്. ഇതേപോലെ അത് അന്തക്കേടന്നെ അങ്ങനെ സംഭവിക്കും. അപ്പൊ നമ്മൾ അന്നാണ് കാര്യം, അവനവൻ ചെയ്തതിന്റെ ദുരന്തം അനുഭവിക്കും. അങ്ങനെയല്ലേ? നിങ്ങൾ മരത്തിനൊക്കെ പിടുത്തമിന്റെ താഴേക്ക് വരില്ലേ? അത് തന്നെ കുഴപ്പം. നിങ്ങളെ കുഴപ്പമില്ലേ? പിടിച്ചിരിക്കണ്ടേ അവിടെ? ഇത് മരത്തുമലാണ് മതിയാതെ കൈകൊണ്ടാക്കി കാണിച്ചിട്ട് മൊബൈൽ വളർത്താൻ പറയുമ്പോൾ കൈകളൊക്കെ താഴേക്ക് വരും. അപ്പൊ അങ്ങനെയും ചില അപകടം സംഭവിക്കാറ്. അത് സംഭവിക്കും. അത് അള്ളാഹുവിന്റെ കാര്യം. ഇനി നന്നായി ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചാൽ സംഭവിക്കും. അവിടെയാണ് കഥ എന്ന് പറയുന്നത്. സംഗതി ആ സംഭവം അള്ളാഹ്ക്കറിയാം.
ഈ സംഭവം അള്ളാഹ്ക്കറിയാം, അതെല്ലാം അള്ളാഹ്ക്കറിയാം. എല്ലാം അറിയുന്നവരെ അള്ളയാകാവൂ, എല്ലാം അറിയുന്നവരെ അള്ളയാകാവൂ. മരിച്ചുപോയ സായിബാബയെ കുറിച്ചുള്ള വായിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമം അനുഭവമുണ്ടായാലോ മൂപ്പർക്ക് അറിയില്ലായിരുന്നു. ക്യാമ്പിലെ അലാറം പണിയാൻ മൂപ്പര് അണ്ടർഗ്രൗണ്ടിലേക്ക് ഓടി വിളിച്ചു. അപ്പൊ അതിൽ തന്നെ പെട്ട ഒരാൾ മൂപ്പരെ കൊല്ലാൻ തീരുമാനിച്ചതാണ്. മൂപ്പര് ദൈവമാണെങ്കിൽ അറിയേണ്ടതില്ലേ? അപ്പൊ ദൈവമല്ല, മനുഷ്യനാ. ദൈവം അതെല്ലാം അറിയണം. മുൻകൂട്ടി അറിയാൻ പറ്റുമെങ്കിൽ ദൈവമാവുള്ളൂ. അപ്പോഴേ അന്തയാവുള്ളൂ. അല്ലെങ്കിൽ ഈ പോലെ പോലത്തിലാവും. അപ്പൊ അള്ളാഹു അല്ലാത്ത ഒരു രൂപ എല്ലാം അറിയും അവന്. ഇവിടെ ഒരു വൃക്ഷത്തിൽ നിന്ന് പഴുത്തല്ല താഴെ വീഴുന്നതും അള്ളാഹ്ക്കറിയാം. അതും അവന്റെ അറിവിന്റെ മേഖലയിൽ വരണം. എങ്കിലേ അവൻ അന്തയാകാൻ യോഗ്യനാകും. അങ്ങനത്തെ ഒരു അന്തയെ മാത്രമേ നമ്മൾ ആരാധിക്കൂ, അനുസരിക്കൂ, വിളിക്കൂ, പ്രാർത്ഥിക്കൂ. അതാണ് നമ്മുടെ പ്രത്യേകത. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അപ്പൊ ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വന്ന അനുയായിയായ ഒരുത്തൻ തോക്കൊളിപ്പിച്ച് വെച്ച് അവസരം കാത്ത് നടന്ന് രാത്രിയുടെ മറവിൽ ഇദ്ദേഹത്തിന്റെ സുരക്ഷാ വലയത്തിനകത്തുള്ള ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോഴാണ് കാവൽ നിൽക്കുന്നതുമായി ഏറ്റുമുട്ടലുണ്ടായി. ഉടനെ ഇവൻ തോക്കെടുത്ത് വെടിവെച്ചപ്പോ ആ വെടിശബ്ദം കേട്ടിട്ട് ഉത്തരവാദിത്തപ്പെട്ട അലാറം മുടക്കിയപ്പോ ആ അലാറത്തിന്റെ ബഹളത്തിൽ എഴുന്നേറ്റ് അണ്ടർഗ്രൗണ്ടിലേക്ക് സുരക്ഷിത ഇടം നേടി സായിബാബ ഓടിപ്പോയി എന്നാണ് ചരിത്രം. ഓടേണ്ടി വരും, മനുഷ്യന്മാരാണ് ഓടേണ്ടി വരും. അടുത്ത നമുക്ക് മനുഷ്യന്മാർക്കറിയില്ല, ദൈവത്തിന് അറിയണം, അള്ളാഹ്ക്കറിയും. പ്രവാചകന്മാർക്ക് പോലും അറിയില്ല എന്താണ് അടുത്ത സംഭവിക്കാൻ അറിയില്ല. ആയിഷ നമ്മുടെ ഉമ്മ, ആ ഉമ്മയെ കുറിച്ച് വ്യഭിചാര ആരോപണം ഉണ്ടായി മദീനയിൽ. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ സൂറത്തുൽ നൂറിലെ എഴുതിവെക്കും. ഇത് ആരോപണമാണ്, കള്ള ആരോപണമാണ്, വ്യാജാരോപണമാണെന്ന് ആർക്കറിയില്ല? പ്രവാചകനായ ഭർത്താവ് കൂടിയായ റസൂലുള്ളാഹിക്ക് അറിയില്ല, അദൃശ്യമറിയില്ല. അദ്ദേഹം മനുഷ്യനാണ്. പ്രവാചകൻ മുഹമ്മദ് നബിക്ക് അദൃശ്യമറിയില്ല. അള്ളാഹ് അറിയിച്ചത് തന്നെ മാത്രമേ അറിയൂ. അതുകൊണ്ട് ആയിഷ ബീവി ഇങ്ങനെ ചെയ്തു എന്ന് ആരൊക്കെയോ നടന്നില്ല കള്ളം പറഞ്ഞ് നടത്തിയപ്പോ ഒരു മനുഷ്യൻ എന്നതുപോലെ അദ്ദേഹം എന്തോ സംഭവിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ മുമ്പരെ കൂടെ അവിടേക്ക് വരാൻ പാടുള്ളൂ. ഇതാണ് ഊഹം. ആ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന അയാളുടെ ഒറ്റയ്ക്ക് വരാൻ പാടുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാകും എന്ന രീതിയിൽ അദ്ദേഹം ചിന്തിച്ചു പോയി കാണുന്നില്ല. അത് മനുഷ്യനാണ് ചിന്തിക്കുക. അതുകൊണ്ട് മൊത്തം എല്ലാവരും ഇതിനകം പെട്ടുപോയപ്പോ റസൂലും പെട്ടുപോയി. റസൂലുള്ളാഹിക്ക് അദൃശ്യം അറിയുമെങ്കിൽ എന്റെ ഭാര്യ അങ്ങനെ ചെയ്തിട്ടുള്ളോ എന്ന് പറയാമായിരുന്നു. ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട അദ്ദേഹത്തിന് കൂടെ കൂട്ടാമായിരുന്നു. പക്ഷേ ആയിഷ ബീവി തളർന്ന് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എല്ലാവരുടെയും അവഗണന സഹിക്കവയ്യാതെ വീട്ടകത്തൊരു മൂലയ്ക്ക് കിടക്കുമ്പോ റസൂലുള്ളാഹി നോക്കിയിട്ട് പോയി മിണ്ടാതെ പോകുക. സ്വന്തം ഭർത്താവ് പ്രിയതമൻ, അത് റസൂലുള്ളാഹി ഒന്ന് മിണ്ടാതെ പോകാനുണ്ടാകുന്ന വേദനയുള്ള ഉമ്മാക്ക് എത്ര വേദന ഉണ്ടായിട്ടുണ്ടാകും? ദിവസങ്ങളോളം ഈ അവസ്ഥ തുടർന്നു. അവസാനം അള്ളാഹ് വസ്തുത വെളിപ്പെടുത്തിയപ്പോഴാണ് ഇത് കള്ള ആരോപണമാണ്, വ്യാജ ആരോപണമാണ്, മുനാഫികൾ കളിച്ചതാണ്, ഇന്ന ആളുകൾ കളിച്ചതാണ്. നിങ്ങൾ പെട്ടുപോയ വിശ്വാസികളെ, നിങ്ങൾക്ക് ആയിഷ ബീവി അറിയില്ലേ? നിങ്ങളുടെ ഉമ്മാനെ നിങ്ങൾ സംശയിക്കാൻ പാടുണ്ടായിരുന്നോ? പ്രവാചകരെ സ്വന്തം ഭാര്യ അങ്ങനെ സംശയിക്കാൻ പാടുണ്ടായിരുന്നോ എന്ന രീതിയിലൊക്കെ വിഷയം വന്നത് അപ്പോഴാ. അപ്പൊ പ്രവാചകന് മനുഷ്യൻ അറിയില്ല. ഈസാ അലൈഹിസ്സലാമിന് യേശു ക്രിസ്തുവിനെ അറിയില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ചരിത്രത്തിൽ, ഈസാ നബിയെ കുറിച്ച് പറയുന്ന ചരിത്രത്തിൽ BC അപ്പോണിക്കും അതിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വന്തം പറയണം അലൈഹിസ്സലാം. അദ്ദേഹത്തിന് അല്ലാതെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കാരണം അദ്ദേഹം നമ്മുടെ പ്രവാചകനാണ്, പ്രവാചകന്മാരിൽ അറിയപ്പെടുന്ന പ്രവാചകനാണ്. ഉലുൽ അസ്മിൽ 5 മഹാപ്രവാചകന്മാരിൽ ഒരാളാണ് അദ്ദേഹം. നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, ജീസസ്, റസൂലുള്ളാഹി 5 പ്രവാചകന്മാർക്ക് സവിശേഷമായ സ്ഥാനപ്പേരുണ്ട്. അതിൽ ഒരാളാണ് ഈസാ അലൈഹിസ്സലാം. അപ്പൊ അദ്ദേഹത്തിന്റെ അനുചരന്മാരുമായി നടന്നിരുമ്പോ എല്ലാവരും വിശന്നിരിക്കുക, ഭക്ഷണത്തിന് വേണ്ടി വല്ലാതെ പ്രയാസപ്പെടാം. അപ്പോ ഈസാ അലൈഹിസ്സലാമയോട് അനുയായികൾ പറഞ്ഞു, ഇവിടെ നിന്ന് ഇത്തിരി ഭക്ഷണം കിട്ടിയിരുന്നു. അപ്പോ യേശു ക്രിസ്തു പറഞ്ഞ ഈസാ അലൈഹിസ്സലാം ദൂരെ ഒരു കുന്ന് കാണിച്ചിട്ട് അവിടെ ഒരു അത്തി മല നിൽക്കുന്നുണ്ടല്ലോ, അതിൽ പഴം ഉണ്ടാകുന്നത് പോയി നോക്കാം. അങ്ങനെ പഴമുണ്ടാകും, കഴിക്കാം എന്ന ആവേശത്തോടു കൂടി വിശന്നു തളർന്ന ഈ ആളുകൾ ഭക്ഷണം കിട്ടുമെന്ന കൊതിയോടെ ഇത്തിരി അവസാനത്തെ ആവേശം സമാധിച്ചെടുത്ത് നടന്ന് കുന്നു കയറി ചെല്ലുമ്പോ അത്തിപ്പഴം ഇല്ല, അദൃശ്യമറിയില്ല, ചെന്ന് നോക്കിയപ്പോ ഇല്ല. ഇന്നത്തെ ഊഹം മാത്രമായിരുന്നു. നമ്മൾ ഊഹിക്കുന്നു അത്രയൊക്കെ അന്ന് അറിയിച്ചു കൊടുത്തെങ്കിലേ അറിയുന്നു പ്രവാചകന്മാർ.
ലവകുശന്മാർ, ശ്രീരാമന്റെ മക്കൾ, ഭഗവാൻ ശ്രീരാമന്റെ മക്കൾ ലവകുശന്മാർ ഈ രാമായണവും പാടി കൊട്ടാരത്തിൽ വന്ന് കയ്യിലുള്ള പ്രത്യേകമായ ദുഃഖം കൊട്ടിയിട്ട് പാടുമ്പോൾ ഈ രണ്ട് കുട്ടികളെ കണ്ടിട്ട് ആൾക്ക് മനസ്സിലായത് സ്വന്തം പിതാവിന് മനസ്സിലായില്ല. മനസ്സിലായില്ല, സ്വന്തം മക്കളായിരുന്നിരിക്കുന്നത് അദൃശ്യമറിയില്ല. അപ്പൊ ദൈവം തമ്പുരാൻ അള്ളാഹു ആകണമെങ്കിൽ അള്ളാഹ് എല്ലാം അറിയണം. ആ അറിവാണ് ഈ പറഞ്ഞത്. അത് നമ്മളെ ബാധിക്കില്ല. വീട്ടിൽ നിന്ന് രാവിലെ ബൈക്ക് ഓടിച്ചിറങ്ങുമ്പോ ഇന്ന് 5 മണിക്ക് ഞാൻ തീരുമെന്ന് അറിഞ്ഞാൽ പോകും ഒരാള് പോലല്ലോ, അറിയില്ല, അതല്ലേ പോണത്, അല്ലെങ്കിൽ പോകൂ ഇല്ല. അത് നമുക്കറിയില്ല. ഈ അറിവൊന്നും നമ്മളെ ബാധിക്കൂല. പക്ഷെ 5:30 ആ KSRTC ബസ്സിന്റെ ഫസ്റ്റ് ടയറിനകത്ത് തീരണം എന്ന് അള്ളാഹ്ക്കറിയാം. അള്ളാഹ് തീർക്കാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെയാണ് സംഭവിക്കാൻ ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അത് അപ്പോഴേ അറിയും. ആ അറിവ് നമ്മളെ ബാധിക്കില്ല. അങ്ങനെയാണ്. അപ്പൊ കഥാകഥകളുടെ വിശ്വാസം നമ്മുടെ നിസ്സഹായരായി പോയല്ലോ, കുടുങ്ങിപ്പോയല്ലോ, ഇങ്ങനെ തന്നെ സംഭവിക്കൂ എന്ന രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നല്ല. മറിച്ച് നമ്മുടെ കരുത്ത എന്ത് സംഭവിച്ചാലും എവിടെ സംഭവിച്ചാലും നമ്മൾ അള്ളാന്റെ കഥ പോലെ സംഭവിക്കുള്ളൂ. അപ്പോ മോനെ നീ പുറത്തിറങ്ങുന്നതിന്റെ ബൈക്കിന് പോയാൽ മരിക്കും എന്ന് ഉമ്മ പറഞ്ഞാലും ഉമ്മ ഞാൻ വീട്ടിൽ നിന്നാണ് വരും, വീട്ടിൽ നിന്നാലും സമയം മരിക്കും. അതാണ് കരുത്താണ്. അല്ലെങ്കിൽ നടക്കുമോ? നമ്മളൊക്കെ നടന്നാ വീണാലോ? മനുഷ്യന്മാർ നടന്നാ വീഴും എന്നല്ല, നടക്കും വീണും എഴുതും നടക്കും, പിന്നെ നടന്നോണം. എത്ര ദിവസമായി ആള് ബൈക്കിൽ പോകാൻ തുടങ്ങിയിട്ടും? ബൈക്കിലല്ലേ ജോലിക്ക് പോണതാണ്. അപ്പൊ അതിന് സംഭവിക്കും സമയത്ത്. അപ്പൊ അത് പേടിച്ചിട്ട് പുറത്തിറങ്ങാതിരുന്നാലോ എന്താണ് സംഭവിക്കും? ഇടിവെട്ടും മിന്നലടിക്കും എന്ന് പേടിച്ചിട്ട് ഒരു പെട്ടിക്കകത്ത് കയറുന്നാലും ആള് മരിക്കുമോ? അപ്പോ കഥാകഥകളുടെ വിശ്വാസം നമ്മളെ നിസ്സഹായരാക്കാൻ പാടില്ല. അത് കരുത്താണ്. അതെന്ത് സങ്കടം വേദാറാവുന്ന പടച്ചവൻ തീരുമാനിച്ച പോലെ സംഭവിക്കാം. ഞാനിതാ യാത്ര പോവുകയാണ്, ശ്രദ്ധിക്കണ്ടായിരിക്കും, ശ്രദ്ധിച്ചോളാം, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ യാത്രയിൽ ഞാനത് തീരലാണ്ട് അതാണ് അള്ളാന്റെ കഥാകഥകൾ വെച്ചോണം. ഒന്നും വേദാറാവേണ്ട കാര്യമില്ല. അല്ല, ഒന്നും സംഭവിക്കേണ്ടത് തിരിച്ചു വരും, ഒപ്പം സമാധാനിട്ടിരിക്കും എന്ന രീതിയിൽ ഇറങ്ങി പോകുന്ന കരുത്തിൽ നിന്ന് കഥ കൊണ്ടാണ്. അതാണ് കഥാകഥകളുടെ വിശ്വാസം. ഹജ്ജിന് പോണതാണ്, എല്ലാം റെഡിയായി, പക്ഷെ ആൾ പോകൂലേ? മംഗലാപുരത്ത് വിമാനം മറിഞ്ഞു വീണിട്ടില്ലേ? അതുപോലെ സംഭവിച്ചാൽ നമുക്ക് വിളിച്ചിട്ട് പോകാതിരുന്നാലോ? ഹജ്ജ് ചെയ്യാൻ പറ്റും. നമ്മുടെ കാരണന്മാരുടെ കപ്പല്ല ഹജ്ജിന് പോയിരുന്നത്. അപ്പൊ നാട്ടുകാരെന്താ ചെയ്യുക? യാത്രയായിട്ടും കൊടുക്കും, കപ്പൽ പുറമേ കൊടുക്കുന്നത്. ഹജ്ജിന് യാത്ര ഇങ്ങനെ മാസങ്ങളെടുക്കുന്നു, കടലില്ല, എന്ത് സംഭവിക്കാം? അപ്പൊ യാത്രയായിട്ടും കൊടുക്കും, കപ്പൽ പുറമേയും കൊടുക്കും, പനിനീർ വെള്ളം ഉൾപ്പെടെ, പഞ്ഞിക്കെട്ട് ഉൾപ്പെടെ വെച്ച് കൊടുക്കും. ഇഹ്റാം വസ്ത്രം മാത്രമല്ല കൊടുക്കുക, കഫൻ പുടവയും കൊടുത്തായിരുന്നു. കാരണം അന്നത്തെ നമ്മൾ തീരും ചിലപ്പോ വല്ലാത്തൊരു യാത്രയായിട്ടല്ലേ അത്. അങ്ങനെയാണ്. അത് കഥാകഥ വിശ്വാസം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഹജ്ജിനാണ് പറഞ്ഞായിരുന്നത്. തിരിച്ചു വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അന്നാലെ തീരുമാനം നടക്കട്ടെ. അത്രയും കരുത്ത് മുൻഗാമികൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നല്ല കരുത്ത് വേണ്ട കാലം. അപ്പൊ അന്ന് പറയുന്നത് ഇതൊക്കെ അള്ളാന്റെ അറിവോടെയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഈ അറിവൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. നിങ്ങൾ സ്വതന്ത്രമായിട്ട് ജീവിക്കും. നല്ലത് ചെയ്താൽ നല്ലത് അനുഭവിക്കാം, ചീത്ത ചെയ്താൽ ചീത്തയും അനുഭവിക്കാം. അള്ള നിങ്ങളെ ചീത്ത ചെയ്യിക്കൂല, നല്ലത് ചെയ്യിക്കൂല. അവൻ നിങ്ങൾ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. സ്വാതന്ത്ര്യം ഇമ്മാ ശാക്കിറ ഇമ്മാ കഫൂറ. ഒന്ന് നിനക്ക് നന്ദിയുള്ളവനായി ജീവിക്കാം, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കാം. നീ നന്ദികേട് കാണിച്ചാൽ അതിന്റെ ദുരന്തം, നന്ദി കാണിച്ചാൽ അതിന്റെ സമ്മാനം. സ്വതന്ത്രമാണ് ഇസ്ലാം. അപ്പൊ അതുകൊണ്ട് ഈ അറിവ് നമ്മളെ ആരെയും നിർബന്ധിച്ച് കുടുക്കിലാക്കുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കണം. മറിച്ച് ഈ അറിവ് നമുക്ക് കരുത്ത് പകരാണ് ചെയ്യുന്നത്. അപ്പൊ എന്തും അള്ളാന്റെ അറിവിലും കഴിവിലുമാണ് ഉള്ളത് എന്നും ഏതൊരാപത്ത് സംഭവിക്കുന്നതും ഏതൊരു സന്തോഷകരമായ കാര്യം സംഭവിക്കുന്നതും അള്ളാഹു തീരുമാനിച്ചും അവന്റെ അറിവിൽ പെട്ടിട്ടുമാണ് എന്നും അവന് അറിയാതെ പോകുന്നില്ല എന്നും ഉറച്ചു വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ ആ അറിവ് അറിവായി നിൽക്കുമ്പോൾ ആ അറിവ് നമ്മളെ നിസ്സഹായരാക്കാൻ പാടില്ല. ആ അറിവ് കരുത്തരാകണം. അങ്ങനെയാണ്. ഇനി അള്ള തന്നെ അള്ളാന്റെ കഥ മാറ്റത്തരെ നമ്മൾ നന്നായാൽ അപ്പൊ അള്ളാഹ് അറിയാം, നന്നാകുന്നറിയാം, നന്നാകുന്നറിയാം, അള്ളാഹ് അറിയാം. പക്ഷെ നമ്മളെ ആശ്രയിക്കാൻ വേണ്ടി പറയാം. ഉദാഹരണം പറഞ്ഞാല് ഫറോവ ചെങ്കടലിൽ മുങ്ങി മരിക്കാനുള്ളവരാണെന്ന് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അവന്റെ ഡെസ്റ്റിനേഷൻ
ആക്ടിവത്തിൽ അവന്റെ പരിമിതി അങ്ങനെയാണ്. അവനെ അവശേഷിപ്പിക്കും. അങ്ങനെ കയറോ മുസ്ലാം കിടക്കാണ് പോയി. അത് അവ തീരുമാനിച്ചതാണ്. പക്ഷെ അത് അപ്പോഴൊന്നും മിണ്ടിയില്ല. എന്നിട്ടോ മൂസാ നബി അലൈഹിസ്സലാമയോടും ജ്യേഷ്ഠൻ ഹാറൂൻ അലൈഹിസ്സലാമയോടും ഫിറൗന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. അവിടെ ചെന്നിട്ട് എന്ത് വേണം? ഫഖൂലാലഹു ഖൗലൻ ലയ്യിന, നല്ല മൃദുലമായ ഭാഷയിൽ സംസാരിച്ചു നോക്കി. നന്നായിട്ട് സംസാരിക്കും, നല്ല ലളിതമായ ഭാഷയിൽ, ഹൃദയസ്പർശമായ ഭാഷയിൽ അവനെ അംഗീകരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കും. അവൻ ഈ ഉദ്ബോധനം സ്വീകരിച്ച് പഠിച്ചവനെ പറയുന്നത് കൂടെ വരുന്ന ആരായി പറയുന്നത്? അള്ളാഹുവിനെ അറിയാൻ ഇവൻ കടൽ കൂടി വരികയാണ്. ആ അറിവ് അവന് പകർന്നു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഭൂമിയിൽ ആ അറിവ് പകർന്നു കിട്ടാൻ ഏറ്റവും അർഹത രണ്ട് പ്രവാചകന്മാരാ. ആ രണ്ട് പ്രവാചകന്മാർക്ക് ഈ വസ്തു വെളിപ്പെടുത്തി കൊടുത്തതേയില്ല. അതാണ് അള്ളാഹിന്റെ കയ്യിലെ അറിവ്. അത് നമ്മുടെ കയ്യിൽ എവിടെയും വെച്ച് കിട്ടൂല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, കഥാകൃതമായി മനസ്സിലാക്കേണ്ട കാര്യമില്ല. അള്ളാഹ്ക്ക് അറിയാം ഇവൻ മുങ്ങി മരിക്കാനുള്ളതാണ്. കാരണം അങ്ങനെ ഇവൻ തീരൂ. അത് അവൻ തന്നെ ചെയ്ത ദുരന്തത്തിന്റെ ഭാഗം. അവൻ ചെയ്ത ദുരന്തത്തിന്റെ പരിമിതി അങ്ങനെയാണ് സംഭവിക്കുക. വാളെടുക്കാൻ വാളായ എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ആ അറിവ് അള്ളാഹിന്റെ പക്കലുണ്ട്. ആ അറിവ് അള്ളാഹിന്റെ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കാമായിരുന്നു. കാരണം അറിയിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് അറിയിക്കപ്പെടാൻ ഏറ്റവും യോഗ്യത രണ്ട് പ്രവാചകന്മാരാ. പക്ഷെ അവരോട് നിങ്ങൾ പോയി നല്ല വർത്താനൊക്കെ പറയാം, അവൻ നിങ്ങളുടെ കൂടെ വന്നേക്കും എന്ന് പ്രതീക്ഷ നൽകിയിട്ടാണ് വിട്ടത്. അതാണ് അള്ളാഹിന്റെ അറിവ്. നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗധേയവുമായി ബന്ധപ്പെട്ട അള്ളാഹിന്റെ അറിവ് എവിടെയും രംഗത്ത് വരില്ല. അത് അവന്റെ അടുക്കൽ മാത്രമാണ് എന്ന് തെളിവായി. അപ്പൊ പ്രവാചകന്മാർ പ്രതീക്ഷയിൽ പോയി നന്നായി സംസാരിച്ചു നോക്കി, വടിയൊക്കെ കാണിച്ചു കൊടുത്തു, എല്ലാം കാണിച്ചു. ആള് നന്നായില്ല, ആള് മുങ്ങി മരിച്ചു. പ്രവാചകന്മാർ പോയതന്നെ ഇവൻ നന്നാവും വിചാരിച്ചിട്ടാവും. അള്ളാന്റെ കയ്യിലെ അറിവെന്നാണ്ട് പറഞ്ഞു കൊടുത്തെങ്കിലോ? അല്ല പറയാണ്ട് ചന്മാന്മാരെ നിങ്ങൾ ചെന്നു നോക്കി, നമ്മൾ പോയില്ല എന്ന് വേണ്ട. പക്ഷെ ഇപ്പൊ ആയി നന്നാവില്ല. അവൻ മുങ്ങി മരിക്കേണ്ടതാ. പക്ഷെ നിങ്ങൾ ചെല്ല്, തൽക്കാലം അവന്റെ ബാധ്യത തീരട്ടെ എന്നാണ് പറഞ്ഞെങ്കിൽ മൂസാ നബി പറയും പോയിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു കേട്ടില്ല. എന്നാലും പോയി നോക്കാം. അല്ല പറഞ്ഞാൽ പോകാതിരിക്കുക, ഭയം നന്നാവില്ല, നമ്മൾ പോയി നോക്കാം. എന്നാലും പോക്കിന്റെ രീതി അത് പറ്റില്ല. ഇവനെ കിട്ടും നല്ല പറഞ്ഞില്ലേ, കിട്ടും എന്ന പ്രതീക്ഷയിലാണ് പോകേണ്ടത്. പ്രബോധകർ അങ്ങനെയാണ്. നമ്മുടെ ആളുകൾ ഇങ്ങനെ അവൻ ഫാഷിസ്റ്റ് ആണ്, ഇവൻ മാർക്സിസ്റ്റ് ആണ്, മറ്റവൻ എത്തിസ്റ്റ് ആണ്, അവൻ ക്രിസ്ത്യാനിയാണ്, ഇവൻ വരൂല, അവൻ ശരിയാവില്ല, ഇവൻ കേൾക്കൂല, അവൻ നന്നാവില്ല എന്നും വെച്ചിട്ട് ആള് ഇസ്ലാമിന്റെ ആളായിരുന്ന ഒരാളെ കിട്ടില്ല. അവനെ കിട്ടണം, അവനെനിക്ക് വേണം, അവൻ നല്ലവനാണ്, അവൻ വിശ്വസിക്കുന്ന പാർട്ടി എന്തോ ആവട്ടെ അവൻ വിഷയമുള്ളവനാണ്, അവൻ വിശ്വസിക്കുന്ന ആദർശത്തിൽ മരിക്കാൻ തയ്യാറുള്ള ക്വാളിറ്റിയുള്ളവനാണ്, അവൻ സത്യസന്ധനാണ്, ഇവൻ വിശ്വസിക്കണം, അവനെ ഞങ്ങൾക്ക് വേണം എന്ന മനസ്സിൽ പോകാൻ. അതുകൊണ്ടാണ് മൂസാ അലൈഹി സ്വലാമെ ഇങ്ങനെയല്ല വിട്ടത്. ഒരുപാട് പാഠങ്ങളുണ്ട്, അവിടെ കിടക്കട്ടെ, സമയം നിന്ന് പോവുക. ഞാൻ പറഞ്ഞത് അല്ലാഹുവിന്റെ അടുക്കലുള്ള അറിവ് അവൻ ഒരു സൃഷ്ടിക്കും വെളിപ്പെടുത്തി കൊടുക്കില്ല. ഫറോവയെ കുറിച്ച അറിവ് മൂസാ നബി അലൈഹിസ്സലാം ഹാറൂൻ രണ്ടുപേരും വെളിപ്പെടുത്തി കൊടുത്തതേയില്ല. അതാണ് പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് അള്ളാഹിന്റെ പക്കൽ എല്ലാവരെ കുറിച്ചും അറിയാം. ആ അറിവ് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമുക്കത് പ്രതീക്ഷ തരാണ്. എന്ത്? നിങ്ങളുടെ ഭാഗധേയം നരകത്തിലേക്കാണെന്ന് വെച്ചോ, നമ്മൾ പറഞ്ഞില്ല, ആണെന്ന് വെച്ചോ, നിങ്ങൾ നന്നായി പണിയെടുക്കും, പ്രാർത്ഥിക്കും, സ്വർഗത്തിലേക്ക് പോകാലോ. അതല്ലേ രസം? അതാണ് രസം. അങ്ങനെയാണല്ലോ പറഞ്ഞത്. നിന്റെ ഭാഗധേയം നിനക്കെതിരാണെന്ന് വെച്ചോ, നിനക്ക് തന്നെ നിന്റെ ഭാഗധേയം തിരുത്താം. നീ നന്നായി വിശ്വസിക്ക്, നന്നായി കർമ്മങ്ങൾ ചെയ്യും, തീരുമാനിച്ച് പണിയെടുക്ക്. നിന്റെ ഭാഗധേയം ആക്കിവ, നിന്റെ പരിമിതി നിനക്ക് ഗുണകരമാക്കി മാറ്റാം. അതാണ് അതൊക്കെ തുറക്കാൻ. അപ്പൊ ആ അർത്ഥത്തിൽ നേരെ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കണം. എല്ലാം അല്ലാഹുവിന്റെ അറിവുള്ളതാണ്. ഇത് ഈമാന്റെ ഭാഗം. അതാണ് വിശ്വാസകാരിയുടെ ആറാമത്തെ കാര്യം. അങ്ങനെ ഒരു സംഗതി സംഭവിക്കുന്നതിന് മുമ്പ് അത് എന്തായിരിക്കും? ഭൂമിയിൽ ഒരാള് ജീവിച്ചുകൊണ്ടിരിക്കുക, അയാളുടെ ജീവിതം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അയാളുടെ ജീവിതം എന്ന ഒന്ന് സംഭവിച്ചു തീരുന്നതിന് മുമ്പേ അള്ളാഹ്ക്ക് അറിയാം എന്നത് അള്ളാഹുവിന്റെ കഴിവിന്റെ മഹത്വത്തിന്റെ അടയാളമാണ്. അത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. അത്രയും മഹത്വമുള്ളവനാണ് നാഥൻ. അതുകൊണ്ട് ആ നാഥന്റെ സൃഷ്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാം അവന്റെ അറിവോടെ സംഭവിക്കുന്നത് ഉറച്ചു വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ ഹൈറും ഷെറും അള്ളാഹുവിനാണെന്ന് ഉറപ്പിക്കാൻ പറ്റും.
അങ്ങനെ ഹൈറും ഷെറും അള്ളാഹ് എന്താണെന്ന് അറിഞ്ഞാൽ എന്ത് ഗുണം സംഭവിച്ചാലും അതിന് നന്ദി അള്ളാഹിനെ പ്രകാശിപ്പിക്കണം, എന്ത് കുഴപ്പം സംഭവിച്ചാലും അത് അള്ളാഹുവിന്റെ രക്ഷ നേടുകയും വേണം. അവിടെയാണ് തൗഹീദ് വരുന്നത്. ഈ തൗഹീദ് ഇതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം അള്ളാഹ്ക്ക് അറിയാമെന്ന് പറയുന്നു, അത് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ആപത്ത് സംഭവിച്ചാൽ ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പല ഭാഗത്തേക്ക് പോകും. അങ്ങോട്ട് സിയാറാട്ട് പോകും, ഇങ്ങോട്ട് വെള്ളം കുടിക്കാൻ പോകും, അപ്പോഴത്തേക്ക് മണ്ണ് നാൻ പോകും, അതേപോലെ തേൻ കുടിക്കാൻ പോകും, അതിനപ്പുറത്ത് ജാനം കൊണ്ടാൻ പോകും, ഇനി മുടിവെള്ളം കുടിക്കാൻ പോകും. ഇങ്ങനെയൊക്കെ വരും. ടൂറിസം വളരെയല്ലേ, ടൂറിസം വളർന്നുകൊണ്ടിരിക്കുക ഈ പോലക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ ടൂർ വരും. അപ്പൊ നമുക്ക് സംഭവിച്ചു പോയ ദുരന്തത്തിൽ രക്ഷപ്പെടാൻ നമ്മൾ പോണ വഴി ഏതാ? ഈ തെറ്റായ പോണ്ട കൂട്ടേതാ? അള്ളാഹുവിലേക്ക് തന്നെ. അതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കൊരാപത്തും വിപത്തും വന്നാൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് തന്നെ തിരിഞ്ഞു നടക്കുക, വഴി തെറ്റിപ്പോവല്ല. നിങ്ങളെ അല്ല പരീക്ഷിക്കാണ്. ആ പരീക്ഷണം മനസ്സിലാക്കണം. ഈ ലോകം പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇനി ഗുണം സംഭവിച്ചാലോ? അത് മതന്നെ തരുന്നത്. പക്ഷെ ഗുണം സംഭവിച്ചാൽ പിന്നെ പോകുന്നതും ഇതേ വഴി തന്നെ. ടൂറിസം അപ്പോൾ